ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ എംപറർ ഇമ്മാനുവേൽ ചർച്ച് എന്നാണ് അവരുടെ വെബ്സൈറ്റിൽ അവരുടെ അഡ്രസ്സ് കിടക്കുന്നത്. ഞാനിവരുടെ വെബ്സൈറ്റിലൊക്കെ കയറി ഒരുപാട് നിരങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവരെ ചർച്ചെന്ന് വിളിക്കാമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമാണ്. ഇവരുമായിട്ട് ഒന്ന് രണ്ട് വട്ടം സംസാരിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ കണ്ട് ചില വർഷങ്ങൾക്ക് മുൻപ്, ഏതാണ്ട് ഒരു 5 വർഷം മുൻപ്, ഞാനന്ന് തൊടുപുഴയിൽ താമസിക്കുന്ന കാലത്താണ്. അന്ന് ചാലക്കുടിയിൽ അവിടെ ഒരു ഓഡിറ്റോറിയം എടുത്തതിന് ശേഷം ഒരു 200 ചെയർ ബുക്ക് ചെയ്ത് ചാലക്കുടി ടൗണിലെ ബിസിനസ്സുകാരായ കത്തോലിക്ക ചേട്ടന്മാർ ഇവരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ കണ്ടിട്ട് ഇവരുമായിട്ട് നിങ്ങൾക്ക് വന്നൊന്ന് സംസാരിക്കാമോ എന്ന് ചോദിച്ച് ക്ഷണിച്ചു. അപ്പം അന്ന് അഷ്ടമിച്ചിര ഉണ്ടായിരുന്ന സഹോദരന്മാരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ ഇങ്ങനെ ഒരു കൂട്ടരുണ്ട്, ഇവർ വലിയ ദുരുപദേശക്കാരാണ്, ഞങ്ങളുടെ ഏരിയയിലുള്ളവരാണ്, ബ്രദർ ഒന്ന് വന്ന് സംസാരിച്ചാൽ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞ് അവർ വിളിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം ഞാൻ പോകാൻ വേണ്ടി എല്ലാം തയ്യാറായി. ഇവിടുന്ന് രാവിലെ ഇറങ്ങാൻ വേണ്ടി 7 മണിക്ക്, അവിടെ 10 മണിക്കാണ് സമയം വെച്ചിരിക്കുന്നത്. ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഫോൺ വന്നു, അവർ സംവാദത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. അത് ഇതുപോലൊരു പബ്ലിക് ഡിബേറ്റ് ആയിരുന്നു. ഒരു പബ്ലിക് ഡിബേറ്റിന് തയ്യാറായി. പിന്നീട് അത് നടന്നില്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവരിതുവരെയും ഒരിടത്തും ഒരു ക്രിസ്തീയ സത്യ സുവിശേഷം പ്രസംഗിക്കുന്ന സഭകളുമായി ഒരിടത്തും ഇതുപോലൊരു ഓപ്പൺ സ്റ്റേജ് ഡിബേറ്റ് നടത്തിയതായിട്ട് എനിക്കൊരു അറിവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇന്നിപ്പോൾ നമ്മൾ പ്രിയ ദേവദാസൻ മുഖാന്തരം ഇങ്ങനെയുള്ള ദുരുപദേശകന്മാരുടെ പ്രത്യേകതകൾ, ചില കാര്യങ്ങൾ നമ്മൾ ഫിലോസഫിക്കലായിട്ടും വചനപരമായിട്ടും ഒക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. വളരെ രസകരമായിട്ട് ദേവദാസൻ അത് അവതരിപ്പിച്ചു. എനിക്കതിൽ വലിയ സന്തോഷം തോന്നി. നമ്മൾ ഇന്നിവിടെ ചിന്തിക്കുമ്പോൾ ഇവരുടെ ദുരുപദേശത്തിൻ്റെ, ഇത് വാസ്തവത്തിൽ ഇവരുടെ ദുരുപദേശത്തിൻ്റെ എല്ലാ വശങ്ങളും നമുക്ക് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് സാധ്യമല്ല. അതിന് കാരണം ഇവരുടെ ഏതെങ്കിലും വെബ്സൈറ്റുകളോ പ്രസംഗങ്ങളോ കേട്ടിട്ടുള്ളവർക്കറിയാം, ഈച്ച് ആൻഡ് എവരി വേർഡ്, ഈച്ച് ആൻഡ് എവരി സെന്റൻസ് തിരുവെഴുത്തിന് വിരുദ്ധമായിട്ട് വരുന്നതാണ്. ഈ വെബ്സൈറ്റുകളിൽ കയറി ഇറങ്ങി ഇതൊന്ന് വായിക്കുകയോ പഠിക്കുകയോ ചെയ്യണമെങ്കിൽ അസാമാന്യ ക്ഷമ വേണം, ദൈവവചനം അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച്. കാരണം എല്ലാം മിസ്കോട്ടിങ്സ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക്. നമുക്കതുകൊണ്ട് സമയം നഷ്ടപ്പെടുത്താതെ കണ്ട് ഞാൻ ഈ തയ്യാറാക്കിയിരിക്കുന്ന നോട്ടിലൂടെ നമുക്ക് കടന്നു പോകാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാകും. ഇവന്മാർ ഏതെങ്കിലും പരിസരത്ത് വരുന്നുവെങ്കിൽ നമുക്ക് അവരെ തിരുവെഴുത്തുകളിൻ പ്രകാരം നേരിടാൻ കഴിയും. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇതൊരു വളരെ ഒരു 9 പേജ് മാത്രമുള്ളൊരു നോട്ടാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ എത്രത്തോളം കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കാൻ കഴിയുമെന്നുള്ളത് എനിക്കറിയില്ല. അത് എന്നാലും ഞാൻ പറഞ്ഞു പോകും. ഇത് കാണിക്കുന്നതിന് കാരണം ഇത് നമ്മൾ ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഇത് കാണിച്ച് ഇതിൻ്റെ കൂടെ കൂടത്തിൽ പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവരെ കേവലം ദുരുപദേശകരെന്ന് വിളിക്കാൻ പറ്റില്ല. ദുരുപദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരർത്ഥത്തിൽ സുവിശേഷ വിഹിത സഭകളിൽ നിൽക്കുന്നവരും അല്ലാത്തവരുമായി ഏതെങ്കിലും ഒരു വിഷയത്തിൽ തെറ്റ് സംഭവിക്കുന്ന പല കൂട്ടങ്ങളുണ്ടല്ലോ. എന്നാൽ അവർ സത്യസുവിശേഷം സംസാരിക്കുകയും യേശുക്രിസ്തു രക്ഷിതാവെന്ന് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരെ അടച്ചു ദുരുപദേശകരെന്ന് വിളിക്കാറില്ല. അവരുടെ ഈ ഉപദേശം ദുരുപദേശമാണെന്ന് നമ്മൾ പറയാറുള്ളൂ. പക്ഷെ ഇവരെ കുറിച്ച് അങ്ങനെ ദുരുപദേശകന്മാരെന്ന് വിളിക്കാൻ പറ്റില്ല. ഇവരെ വിളിക്കേണ്ടത് പേര് പ്രിയ അനിൽ സഹോദരൻ പറഞ്ഞു, ഇവർ പാഷണ്ഡ മതക്കാരാണ്, ഇവർ പ്യുവർ കൾട്ടാണ്, പെർഫെക്റ്റ് ആയിട്ടുള്ള കൾട്ടാണ് ഇവര്. അത് നമുക്ക് ഈ ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇവർക്ക് അറിയാം ഇവരൊരു കൾട്ടാണെന്നുള്ളത്. അതാണ് ഇവിടെ ഏറ്റവും രസകരമായ കാര്യം. ഇത് ഇവർക്ക് അറിയാമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരുടെ വെബ്സൈറ്റിൽ കയറി പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്കെതിരെ മറ്റ് വെബ്സൈറ്റുകളിൽ ഇവർക്കെതിരെ ചോദിച്ച 14 ചോദ്യങ്ങൾക്കുള്ള മറുപടി അവരവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 14 ചോദ്യങ്ങൾക്കുള്ള മറുപടി എല്ലാം ഒന്ന് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇവരുടെ സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച്, ഇവർക്കെതിരെ വ്യഭിചാര ആരോപണങ്ങൾ, ഇങ്ങനെ വിവിധങ്ങളാകുന്ന കാര്യങ്ങളുണ്ട്, സോഷ്യൽ ഇഷ്യൂസ്, ഇതിനെല്ലാം ആളുകൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ എല്ലാത്തിനും അവരെന്തൊക്കെയോ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിലൊരു മറുപടി ഇവിടെ ഒന്ന് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആമുഖമായിട്ട്. അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, വെളിച്ചത്തിന്റെ പ്രശ്നം കൊണ്ട്. ആ വെളിച്ചം ഇതിന്റെ നേരെ സ്ക്രീനിന്റെ നേരെ വരുന്നത് കൊണ്ട്. അവരവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാനിവിടെ വായിക്കാം. എംപറർ ഇമ്മാനുവേൽ സഭയ്ക്കെതിരായി ക്രിസ്തീയ പുരോഹിതന്മാരും കൂട്ടാളികളും പ്രത്യക്ഷമായും പരോക്ഷമായും നിരവധി ആരോപണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെയുടെ ചുവട് പിടിച്ചും പൊതുവെ ഞങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്നവരെ എതിർക്കുന്ന മാനുഷിക പ്രവണതയിൽ നിന്നും സിയോനുമായി നേരിട്ട് ബന്ധമില്ലാത്ത, ഉണ്ടെങ്കിൽ തന്നെ വികലമായ അറിവും മുൻവിധിയുമുള്ള ആളുകളുടെ അഭിപ്രായങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും
ധാരാളം വിമർശനങ്ങൾ നിരവധി പേർ സിയോനെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ തന്നെ സമ്മതിച്ചു ഞങ്ങൾ വിമർശനത്തിന്റെ മുൾമുനയിലാണെന്ന്. പക്ഷെ അവർ വിമർശകരാരെന്ന് അവർ പറയുന്നിടത്തൊരു തലമുണ്ട്. അവർ പറയുന്നത് സിയോനുമായി നേരിട്ട് ബന്ധമില്ലാത്തവരാ. അപ്പൊ അവരെ വിമർശിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സിയോനുമായി പോയി ബന്ധപ്പെട്ടുകൊള്ളണം. രണ്ടാമത് അവർ പറയുന്നത് വികലമായ അറിവാണ് അവർക്ക് ഞങ്ങളെ കുറിച്ചുള്ളത്, മുൻപതിയുള്ള ആളുകളാണ് ഇതിന് അഭിപ്രായം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കുറെ കാലമെങ്കിലും അവരുടെ കൂട്ടത്തിൽ പോയി ജീവിച്ച് അവരുടെ ഉപദേശമെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ ഇവരെ വിമർശിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത വിമർശനങ്ങളൊന്നും ഞങ്ങള് മുഖവിലയ്ക്ക് എടുക്കില്ല എന്നാണ് അവർ പറയുന്നത്. ഇത്രയും പറഞ്ഞതിന് ശേഷം അവർ അടുത്ത പാരഗ്രാഫ് അടുത്ത താഴെ വായിക്കണം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ഈ ആരോപണങ്ങൾക്കൊന്നും വ്യക്തമായ തെളിവുകൾ ആരും നൽകിയിട്ടില്ല. ഇത്തരം ആരോപണം ഉന്നയിക്കുന്നവർ വ്യക്തമായ തെളിവ് തരണം. ഈ മുരിയാട്ട സിയോൻ ഗ്രൂപ്പ് എന്തെല്ലാം വൃത്തികേടുകൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അതിനെയൊന്നും ആരോപിക്കാനല്ല ഇവിടെ ശ്രമിക്കുന്നത്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്തായ ബൈബിൾ, ഈ ബൈബിളിലെ സത്യങ്ങൾക്കെതിരെ, യേശുക്രിസ്തുവിനെതിരെ, പരിശുദ്ധാത്മാവിനെതിരെ, ത്രിയേകത്വത്തിനെതിരെ, സഭയ്ക്കെതിരെ, ദൈവവചനത്തിനെതിരെ, അതിന്റെ ആധികാരികതയ്ക്കെതിരെ അവർ ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളെയും തിരുവെഴുത്തിന്റെ വ്യക്തമായ തെളിവുകളോടുകൂടെ ഉത്തരം പറയുവാൻ നമ്മെ പോലുള്ള സത്യവിശ്വാസികൾ നിർബന്ധിതരാകുന്നു. ഇവരിവിടെ ആരോപിക്കുന്നത് വ്യക്തമായ തെളിവ് ആരും ഇതുവരെ ഞങ്ങൾക്ക് തന്നിട്ടില്ല എന്നാ. അപ്പൊ തെളിവില്ല എന്നുള്ളതല്ല ഇവരുടെ പ്രശ്നം. ഞങ്ങളുമായി ബന്ധപ്പെട്ട് നിന്നിട്ട് ശേഷം, ഞങ്ങളെ വ്യക്തമായി അറിഞ്ഞതിന് ശേഷം മാത്രമേ വിമർശിച്ചാൽ ഞങ്ങൾക്കത് ഏൽക്കുകയുള്ളൂ എന്നുള്ളത് അവരുടെ വ്യാജമായ ആരോപണം. അത് വ്യാജമാണെന്ന് തെളിയുന്നതാണ് ഇവിടെ നമുക്ക് തിരുവെഴുത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത്. അപ്പം ഇവിടെ ഒരു വലിയ പോസ്റ്റർ വെച്ചിരിക്കുന്നുണ്ട് വണ്ടിയിൽ വന്നപ്പോൾ. എംപറർ ഇമ്മാനുവൽ ചർച്ച് ബൈബിൾ കൺവെൻഷൻ നടത്തുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നില്ലയോ? എന്ത് ബൈബിൾ കൺവെൻഷൻ? ബൈബിളിൽ നിന്ന് 10 വാക്ക് വിളിച്ചു പറഞ്ഞാൽ അത് ബൈബിൾ കൺവെൻഷൻ ആകുമോ? അത് ബൈബിൾ കൺവെൻഷൻ ആകണമെങ്കിൽ ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നുവോ അത് പ്രസംഗിക്കുവാൻ കഴിയുന്നവരായിരിക്കണം അവിടെ ഉണ്ടാകുക. അപ്പൊ ബൈബിൾ എന്ത് പറയുന്നുവെന്ന് വാസ്തവത്തിൽ അറിവില്ലാത്തവർ ബൈബിളിന്റെ പേരിൽ നടത്തുന്ന ഒരു കൺവെൻഷനെയും ബൈബിൾ കൺവെൻഷൻ എന്ന് വിളിക്കാൻ പറ്റുകയില്ലല്ലോ. അപ്പൊ ഇവിടെ നമ്മൾക്ക് ഈ തിരുവെഴുത്തുകളിൽ നമ്മൾ പോകുമ്പോൾ, ഇവരുടെ ഈ പഠനങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ ഇവർ ബൈബിൾ വിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യുന്ന എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. എൻ്റെ സമയത്തിന്റെ പരിധിക്കുള്ളിൽ അതിവേഗമായിരിക്കും ഞാൻ പോകുന്നത്. ഈ പഠനത്തിന് ഞാൻ ഉപയോഗിച്ചിരുന്ന സ്രോതസ്സുകൾ എന്ന് പറയുന്നത് 5 വിധ പഠന സ്രോതസ്സുകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നാമത് സത്യവേദ പുസ്തകം. രണ്ടാമത് ഇവരുടെ 2 വെബ്സൈറ്റുകളുണ്ട്. ആ വെബ്സൈറ്റുകളുടെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല, അങ്ങനെ ഒരു പ്രൊമോഷൻ കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ 2 വെബ്സൈറ്റുകളുണ്ട് ഇവർക്ക്, അതവിടെ നിൽക്കട്ടെ. അടുത്തതായിട്ട് നാലാമതായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇവരെല്ലായ്പ്പോഴും വീടുകളിൽ കയറി വന്നിട്ട് വീടുകളിൽ ചേരുന്ന വിശ്വാസികളോട്, നമ്മുടെ സത്യവിശ്വാസികളോടും മറ്റ് സമുദായത്തിൽപ്പെടുന്നവരോടൊക്കെ ഇവർ പറയുന്ന കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം അവർ പറയും, ഞങ്ങൾക്ക് ഇത്ര ദേവദാസന്മാർ പറഞ്ഞില്ല, ഇത്രേ പറയാൻ പറ്റത്തുള്ളൂ. ഇനി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, മുരിയാടേക്ക് പോരുക. മുരിയാടേക്ക് വന്നാൽ ബാക്കി മുഴുവൻ കാര്യങ്ങളും സാധിക്കും. അവിടെ ഒരു 5 ദിവസത്തെ ധ്യാനം അങ്ങ് കൂടുക, ഒരു 5 ദിവസത്തെ ബൈബിൾ പഠന ക്യാമ്പിൽ പങ്കെടുക്കുക. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മനസ്സിലാക്കി തരും. ഇങ്ങനെ ഈ വാക്ക് കേട്ട് ഈ 5 ദിവസത്തെ പഠന ക്യാമ്പിൽ പോയി പങ്കെടുത്തതും ചില കാലങ്ങൾ മുരിയാട് സഭയുടെ മുരിയാട് അടിമത്തത്തിൽ പെട്ടുപോയതുമായ ഒരു പ്രിയപ്പെട്ടവൻ ദൈവകൃപയാൽ വിശ്വാസത്തിലേക്ക് വരികയും അദ്ദേഹം അന്ന് ഈ മുരിയാടിലെ ക്യാമ്പിൽ പങ്കെടുത്ത സമയത്ത് 5 തന്നെ ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ അവരറിയാണ്ട് എഴുതിയെടുത്ത 200 പേജിന്റെ നോട്ട് ബുക്ക് അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, കാറിൽ വെച്ചിരിക്കുകയാണ്. ആ നോട്ട് ബുക്കാണ് ഇവരുടെ പഠനങ്ങളിലേക്ക് വഴി തെളിക്കുന്ന തിരി എന്ന് പറയുന്നത്. അതിന് കാരണം ഇവരുടെ വെബ്സൈറ്റുകളിൽ ഒന്നും ഇവർ പരസ്യമായിട്ട് രഹസ്യമായി പഠിപ്പിക്കുന്ന ഒരു കാര്യവും അവർ വെബ്സൈറ്റിൽ എഴുതില്ല. ഗ്ലിംസസ് മാത്രമേ എടുത്തുള്ളൂ. നമ്മുടെ വീടുകളിൽ വന്നാൽ അവരെങ്ങനെ സംസാരിക്കും? അത്തരം കാര്യങ്ങൾ മാത്രം പറയും. എന്നാൽ എന്താണ് അവർ അകത്ത് പഠിപ്പിക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഈ നോട്ടിലൂടെ കടന്നു പോയതിനു ശേഷം ഇവരുടെ വെബ്സൈറ്റിലെ ആർട്ടിക്കിൾ വായിക്കുമ്പോഴാണ് ഇതിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത്. ഈ ആർട്ടിക്കിൾ ബേസ് ചെയ്യുന്ന ഇന്ന രഹസ്യത്തിലേക്കാണ്. ഇത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഈ പഠനത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് ആ പ്രിയ ദൈവമകന്റെ ഡയറി കുറിപ്പുകളെന്നോ നോട്ട് ബുക്കെന്നോ ഒക്കെ പറഞ്ഞുകൊള്ളുക. പിന്നീട് നേരിട്ട് ഇവരുമായി നടത്തിയ ചർച്ചകളുടെ അല്ലെങ്കിൽ ഇവരുമായി നടത്തിയ ചില സംസാരത്തിന്റെ അനുഭവങ്ങളോടെ കൂട്ടിയാണ് ഞാൻ ഈ നോട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇവര് ഒരു കൾട്ടാണെന്ന് പ്രിയ ദേവദാസൻ പറഞ്ഞപ്പോൾ കൾട്ടിന്റെ പ്രത്യേകതകൾ പറഞ്ഞു. ഞാൻ അക്കമിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. ഇവരെ ഒരു കൾട്ടെന്ന് വിളിക്കണമെന്ന് പറയുന്നതിന് കാരണം എല്ലാ കൾട്ടുകളും ചെയ്യുന്നത് പോലെ എല്ലാ കൾട്ടുകളുടെയും ആ ലക്ഷണങ്ങളെല്ലാം ഇവർക്ക് കൃത്യമായി ഒത്തു വന്നിട്ടുണ്ട്.
അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് ഇവര് ഈ ത്രിയേകത്വം നിഷേധിക്കുന്നവരാണ്. ഏവര് കൾട്ടിനെ എടുത്താൽ അവരെല്ലാം എന്ത് ചെയ്തിരിക്കും? യേശുക്രിസ്തു ത്രിയേകനാണെന്നുള്ള ദൈവം ത്രിയേകനാണെന്നുള്ള കാര്യം ഇവർ നിഷേധിച്ചിരിക്കും. പിന്നെ നമ്മൾക്ക് ഇവരുടെ പഠനം മുന്നോട്ട് പോകുമ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വം ഇവർ തള്ളി പറയുന്നവരാ. അതുപോലെ ക്രിസ്തീയ വാക്കുകളും ടെർമിനോളജീസ് ഉപയോഗിച്ചതിന് ശേഷം, അങ്ങനെയുള്ള ടേംസ് ഉപയോഗിച്ചതിന് ശേഷം വചനവിരുദ്ധമായ ആശയങ്ങൾ പഠിപ്പിക്കും. ഇവർ ഉപയോഗിക്കുന്ന വളരെ ബിബ്ലിക്കലെന്നും ക്രിസ്തീയമെന്നും തോന്നുന്ന ടെർമിനോളജീസ് ഉപയോഗിക്കുള്ളൂ. സഭ, ഇമ്മാനുവേൽ, യേശു ക്രിസ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ പറഞ്ഞിട്ട് അവർ കൊണ്ടുവരുന്ന ആശയം എന്ന് പറയുന്നത് നേരെ ബൈബിൾ വിരുദ്ധമായ കാര്യമായിരിക്കും. ഇതെല്ലാ കൾട്ടും ചെയ്യുന്നത് അത് തന്നെയാണ് ഇവരും ചെയ്യുന്നത്. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ത്രിയേകത്വവും അതുപോലെ ഭാവികാല ശാസ്ത്രം മുതലായവ ഗ്രഹിക്കാൻ പ്രയാസമുള്ളതും വ്യാഖ്യാന സമയത്ത് ഈ ഭാവികാല ശാസ്ത്രമൊക്കെ ആണെങ്കിൽ ധാരാളം ഭാവനാ സ്വാതന്ത്ര്യം ഉണ്ട് അതിനകത്ത് ഇത്തരം വിഷയങ്ങളിൽ. കാരണം ആർക്കും ഒന്നുമില്ലല്ലോ, അറിയില്ലല്ലോ കൃത്യമായിട്ട് എന്താ സംഭവിക്കാൻ പോകുന്ന അക്ഷരം പ്രതി പറയുക പ്രയാസമായതുകൊണ്ട്, ത്രിയേകത്വം ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ടും, ഈ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഭാവികാല ശാസ്ത്രം വ്യാഖ്യാനത്തിന് ധാരാളം വെള്ളം ചേർക്കാൻ അവസരമുള്ളത് കൊണ്ടും ഭാവന അതിനകത്ത് ഒഴുക്കാൻ കഴിയുന്നത് കൊണ്ടും ഇത്തരം വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉപദേശങ്ങളെ സ്ഥാപിക്കുന്ന രീതിയാണ് എല്ലാ കൾട്ടുകളും വയ്ക്കുന്നത്. പ്രിയ ദേവദാസൻ സൂചിപ്പിച്ചിരുന്നു. ഈ രീതി ഇവർ ഏറ്റവും ശക്തമായിട്ട് ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഇവർ തികച്ചും ഒരു കൾട്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവരുടെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് കുടുംബചരിത്രം പറയണ്ടല്ലോ എന്നോർത്ത് അത് വിടുകയാണ്. ഈ മനുഷ്യൻ റോമൻ കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിന് ഒരു സുപ്രഭാതത്തിൽ ചില കാര്യങ്ങൾ, ചില ചിന്താഗതികളിൽ മാറ്റമുണ്ടായി. ഒരുപക്ഷെ ഇദ്ദേഹം ഈ മരിയ ഭക്തി പ്രോത്സാഹിപ്പിക്കുന്ന കത്തോലിക്ക പുരോഹിതന്മാരുമായിട്ടും അങ്ങനെയുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് കാരണം ഇദ്ദേഹത്തിന്റെ വെബ്സൈറ്റിലെ പഠിപ്പിക്കലുകളൊക്കെ അത് നിഴലിക്കുന്നുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് ഇദ്ദേഹം മുരിയാട് വരികയും മുരിയാട് കുറെ പരിപാടികളൊക്കെ ആരംഭിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു പശ്ചാത്തലമേ ഇപ്പോൾ നമുക്ക് പരസ്യമായിട്ട് പറയാൻ നിർവാഹമുള്ളൂ. അങ്ങനെയാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വ്യാഖ്യാന രീതി, ഇവരുടെ വ്യാഖ്യാന രീതിയെക്കുറിച്ച് ദേവദാസൻ പറഞ്ഞു. ഞാൻ ഇതെല്ലാം പറയുന്നതിന് കാരണം മുന്നോട്ട് പോകുന്നത് മനസ്സിലാക്കണമെങ്കിൽ ഇതാദ്യം മനസ്സിലാക്കിയിരിക്കണം. ഇവരുടെ വ്യാഖ്യാന രീതി എന്ന് പറയുന്നത് വളരെ വിചിത്രമാണ്. അതിന് നമ്മളൊരു ഉദാഹരണം എടുത്തിട്ടുണ്ട്, നമുക്ക് കാണിക്കാം. ഇവരുടെ വ്യാഖ്യാന രീതിയിൽ ഇവർ വ്യാഖ്യാനിക്കുന്ന ചരിത്രപരമല്ല. വേദപുസ്തകത്തിന്റെ ചരിത്രത്തിന് യാതൊരു മാന്യതയും ഇവിടെ കൽപ്പിക്കുന്നില്ല. രണ്ടാമത് വ്യാഖ്യാനത്തിന്റെ ബേസിക്സാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ സത്യവിശ്വാസികൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇതൊക്കെ തന്നെ മനസ്സിൽ വേണം കേട്ടോ, എങ്കിലും ശരിയായ നിലയിൽ ബൈബിൾ വ്യാഖ്യാനിക്കാൻ പറ്റത്തുള്ളൂ. ഇവര് ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇവരുടെ ആർട്ടിക്കിൾസിൽ ഇതിനൊന്നും ചരിത്രപരത, ബൈബിളിന്റെ ചരിത്രപരതയിലേക്ക് ഇവരൊരു എത്തിനോട്ടം പോലും നടത്താറില്ല. വ്യാകരണ നിയമങ്ങൾ മുഴുവൻ അസ്ഥാനത്താണ്. വ്യാകരണ നിയമങ്ങൾക്ക് ഇവർ പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത്. പിന്നെയുള്ളത് കാലഗണന പരിഗണിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്ന് പറഞ്ഞാൽ ബൈബിളിന്റെ ക്രോണോളജി, അതിന്റെ കാലഗണനാ ക്രമം, സംഭവങ്ങളുടെ ആ ചരിത്രത്തിലെ ഗതിവിഗതി അത് അന്വേഷിക്കുകയില്ല. അങ്ങ് ഇസ്രായേലിൽ സംഭവിച്ചതും കഴിഞ്ഞ ദിവസം ഇവിടെ സംഭവിച്ചതും ഒരുപോലെയുള്ള കാര്യങ്ങളായിട്ട് ഇവർക്ക് ഇരിക്കുന്നത്. അങ്ങനെയാണ് ഇവരുടെ വ്യാഖ്യാനം പോകുന്നത്. പിന്നെ ദൈവിക വെളിപ്പാടുകളുടെ ക്രമാനുക്രമമായ വളർച്ചയെ ഇവർ പരിഗണിക്കുന്നില്ല. ബൈബിൾ എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ റെവലേഷൻസ് ആണ്. ദൈവം ആര്, എങ്ങനെയുള്ളവനെന്ന് ലോക മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന പുസ്തകമാണിത്, മനുഷ്യന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി. അതിനൊരു ദൈവിക വെളിപ്പാടുകൾ, ഒരു പ്രോഗ്രസീവ്നെസ് തിരുവെടുത്ത് നമ്മളോട് പറയുന്നുണ്ട്. അതിനിവർ യാതൊരു വിധമാകുന്ന മാന്യതയും കൽപ്പിക്കുന്നില്ല. അതവർക്ക് അറിയില്ല, അതുകൊണ്ടാണ് അവരുടെ വിഷയം. പിന്നെ യഹൂദന് കൊടുത്ത വാഗ്ദത്തങ്ങളും പുതിയ നിയമസഭയുടെ പ്രമാണങ്ങളും ഒന്ന് തന്നെയാണെന്നുള്ള ചിന്തയാണ് ഇവരുടെ വ്യാഖ്യാനങ്ങളിൽ മുഴുവൻ കാണുന്നത്. അതിന് കാരണമുണ്ട്. ഇതൊക്കെ റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് പുറംചാടി പോയ ആളായതുകൊണ്ട് ഇദ്ദേഹം ഇപ്പോഴും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് റീപ്ലേസ്മെന്റ് തിയറിയാണ്. ഇദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത് റീപ്ലേസ്മെന്റ് തിയറിയെ ബേസ് ചെയ്തിട്ടാണ് ഇദ്ദേഹം മുഴുവൻ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു, യഹൂദ രാഷ്ട്രമുണ്ടാക്കി, യഹൂദ മതമുണ്ടായി, മോശ മുഖാന്തരം കൽപ്പനകളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് ശരിയല്ലെന്ന് ദൈവം തോന്നിയപ്പോൾ അതിനെ അങ്ങ് ഉടച്ച് ഇല്ലാതാക്കി കളഞ്ഞു, അതിനെ നശിപ്പിച്ച് കളഞ്ഞു. അപ്പം അതിനുശേഷം യേശുക്രിസ്തുവിന്റെ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചു. ആ പദ്ധതി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മറ്റേ പദ്ധതി പൂർണ്ണമായിട്ട് ഇതിന്റെ അടിയിൽ അങ്ങ് വിട്ടുപോയി. ഇതാണ് റീപ്ലേസ്മെന്റ് തിയറി. ആ ദൈവിക പദ്ധതിയെ ദൈവം റീപ്ലേസ് ചെയ്ത് യേശുക്രിസ്തുവിന്റെ സഭയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള റീപ്ലേസ്മെന്റ് തിയറി പഠിപ്പിക്കുന്ന റോമൻ കത്തോലിക്ക മുതലായ സാമുദായിക സഭകളുടെ ഒരു ബേസ്മെന്റിലൂടെയാണ് ഇദ്ദേഹത്തിന്റെ ഈ തിയോളജി അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പഠിപ്പിക്കൽ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഏറ്റവും വിചിത്രമായ കാര്യം, ഇവർക്ക് ബൈബിൾ പഠിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് ഈ 66 പുസ്തകമുള്ള ബൈബിൾ മാത്രം മതി. ഇവരുടെ ഉപദേശം സ്ഥാപിച്ചിരിക്കുന്നത് 66 പുസ്തകത്തിൽ ഒതുങ്ങില്ല.
അതുകൊണ്ട് 72 എന്ന് പറഞ്ഞ അപ്പോക്രിഫി ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോക്രിഫിയിൽ നിൽക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അതിലും തെറ്റി. സ്വന്തം ദർശനങ്ങളും ഇവരുടെ വ്യാഖ്യാനത്തിന്റെ ഭാഗമാണ്. പിന്നെ ഞാനിവിടെ വേറൊരു പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പുസ്തകത്തിന്റെ പേര് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു, ദ മരിയൻ മൂവ്മെന്റ് ഓഫ് പ്രീസ്റ്റ് എന്ന് പറയുന്ന മരിയഭക്തി വളക്കുന്ന കത്തോലിക്ക അച്ഛന്മാരുടെ ഇടയിൽ അവർ പ്രചരിപ്പിക്കുന്ന ഒരു പുസ്തകമാണിത്. ഇത് ലത്തീനിലാണ് ആദ്യം പ്രിന്റ് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ മലയാളത്തിൽ ലോകത്തിലെ പല ഭാഷകളിലും ലഭ്യമാണ്. ഈ പുസ്തകം പബ്ലിക്കായിട്ട് വിതരണം ചെയ്യാനുള്ളതല്ല, ഇത് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. ഈ പുസ്തകത്തെ അവര് മറിയെ സംബന്ധിക്കുന്ന ഉപദേശങ്ങൾ പഠിപ്പിക്കുവാൻ പൂർണ്ണമായിട്ടും ഈ സിയോൻകാര് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ പുസ്തകത്തിലെ ദർശനങ്ങളെയാണ്. ഇത് ഏതോ ഒരു പാതിരിക്ക് കുറെ വർഷങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തിൽ ആരോ വന്ന് സംസാരിക്കുന്നതിന് പോകുന്നു. അദ്ദേഹം ഡേറ്റ് ഇട്ട് അത് മുഴുവൻ ഡയറി കുറിച്ചു വെച്ചു. ഈ പുസ്തകത്തെ റോമൻ കത്തോലിക്ക സഭ പോലും തള്ളി പറയുന്നുണ്ട്. സഭ സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ അത് സഭാപദേശങ്ങളിൽ നിന്ന് പഠിച്ചു കൊള്ളണം. ഈ പുസ്തകത്തിലെ പ്രമാണങ്ങളെ പിൻപറ്റി, ഇതിന്റെ ആമുഖത്തിലുണ്ട്, പ്രമാണങ്ങളെ പിൻപറ്റിയവർക്ക് അച്ഛന്മാർക്ക് മാനസിക വിഭ്രാന്തി പോലെ തോന്നുകയും അവരിൽ ചിലരെ ഭ്രാന്ത് പോലെ അവർ കാണിക്കുകയും ചെയ്തു. ഇതിന്റെ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട്, സംശയമുള്ളവർക്ക് പരിശോധിക്കാം. അതുകൊണ്ട് ഈ പുസ്തകം നിങ്ങളിൽ ആരെങ്കിലും വായിക്കുന്നുവെങ്കിൽ എപ്പോഴെങ്കിലും വെച്ച് നിങ്ങൾക്കൊരു പ്രയാസം തോന്നുകയാണ് ഇത് വായിച്ചുകൊണ്ടിരിക്കുക, അത് അപ്പം തന്നെ അടച്ചു വെച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും വായിച്ചു കൊള്ളണം എന്നാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകമാണ് മറിയത്തെ കുറിച്ച് പറയുവാൻ വേണ്ടി ബേസ്മെന്റ് ആയിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്ന സാധനം. അപ്പോ ഇവരുടെ വ്യാഖ്യാനത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലായോ? ഇതിനെയെല്ലാം അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചുകൾ എന്ത് സംഭവിക്കും? അതിനൊരു ടിപ്പിക്കൽ ഉദാഹരണമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. 3-ാമത്തെ ക്ലിപ്പില് ഇവിടെ യോനയെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. അത് മുഴുവൻ നമുക്ക് വായിച്ചു നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ വളരെ പെട്ടെന്ന് പറയുകയാണ്. യോനയുടെ അടയാളം ഈ തലമുറയ്ക്ക് നൽകപ്പെടുമെന്നാണ് യേശുക്രിസ്തു പ്രഖ്യാപിച്ചത്. യേശുക്രിസ്തു പ്രഖ്യാപിച്ച യോനയുടെ അടയാളം നൽകപ്പെട്ടത് 2000 വർഷം മുമ്പുള്ള യഹൂദർക്കല്ലായിരുന്നു. ഇത് നമ്മൾ എഴുതിയതല്ല, അവരുടെ വെബ്സൈറ്റിൽ നിന്ന് അതുപോലെ കോപ്പി ചെയ്തിരിക്കുന്ന. ഇതിനായിട്ട് താഴത്തേക്ക് വായിച്ചവർ അവർ പറയാണ്, അതിനാൽ യോനയെ യേശുക്രിസ്തുവിനോടല്ല താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ആരോടാവും? മത്തായിയുടെ സുവിശേഷത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യോനയെ യേശുക്രിസ്തു താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് യേശുക്രിസ്തുവിനോടാ. ഇവര് പറയാ യേശുക്രിസ്തുവിനോട് അല്ലെന്ന്. ഇനി കേട്ടുകൊള്ളുക. അടയാളം അവസാന തലമുറയ്ക്കാണല്ലോ നൽകേണ്ടത്. യോനയുടെ അടയാളം യേശുക്രിസ്തു ജീവിച്ച കാലത്തെ യഹൂദ തലമുറയ്ക്കാണ് നൽകിയതെന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ യോന കടലാനയുടെ വയറ്റിലിരുന്നത് പോലെ മനുഷ്യപുത്രനും 3 രാവും 3 പകലും ഇരിക്കേണ്ടതാകുന്നു. ഇനി ഈ അടയാളം ചോദിക്കുന്ന ഈ തലമുറയ്ക്ക് യോനയുടെ അടയാളമല്ലാതെ മറ്റൊന്ന് നൽകുവാനില്ല എന്ന് യേശു തന്നെ കുറിച്ച് യോനയോട് ഉപമിച്ചില്ല എന്ന് ഇവർ പറയുന്നത്. ഇവര് പറയുന്നത് യോനയുടെ അടയാളം നിനവേക്കാർക്കായിരുന്നു പോലും. യേശു ചുറ്റും നിന്ന് ജനത്തോട് പറഞ്ഞപ്പോൾ അത് അടയാളമായിരുന്നു ഈ നിനവേക്കാർക്കായിരുന്നെന്ന്. എന്തൊരു ഭീകരമായ വ്യാഖ്യാനം, ഇന്റർപ്രിട്ടേഷൻ. അവിടെ പറയാണ്, ഈ അടയാളം അവസാന തലമുറയ്ക്കാണല്ലോ നൽകേണ്ടത്. ഈ അവസാന തലമുറയ്ക്കാണ് നൽകേണ്ടതെന്ന് തീരുമാനിക്കേണ്ട ആള് ഈ യോസഫ് പൊന്നാറയാണോ? സിയോൻകാരാണോ അത് തീരുമാനിക്കേണ്ടത്? യേശു ക്രിസ്തു അടയാളം പറയേണ്ടത് അവസാന തലമുറയ്ക്കാണല്ലോ എന്നുള്ളൊരു കാൽപ്പനികത മുന്നോട്ട് വെച്ചേക്ക് അദ്ദേഹം. ഈ കാൽപ്പനികതയിൽ നിന്നിട്ടാണ് ബാക്കി കാര്യം അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എന്താ പറയുന്നത്? ദൈവപുത്രന്റെ പ്രത്യാഗമനത്തിലാണ് ഈ ലോകത്തിന്റെ ന്യായവിധിയും യുഗാന്ത്യവും സംഭവിക്കുന്നത്. ഈ തലമുറ എന്നതുകൊണ്ട് യേശുക്രിസ്തു അർത്ഥമാക്കിയത് അവസാനത്തെ തലമുറയാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ മുന്നേ നിന്ന മനുഷ്യരോട് യേശുക്രിസ്തു പറഞ്ഞു, ഈ തലമുറയാണ് എന്നോട് അടയാളം ചോദിക്കുന്നത്, യോനയുടെ അടയാളം ഇനി ഇവർക്ക് കൊടുക്കാനുള്ളൂ. എന്നിട്ട് കർത്താവ് തന്നെ പറഞ്ഞു, ഈ യോന നിനവേ പോയി പ്രസംഗിച്ചിട്ട് അവർ മാനസാന്തരപ്പെട്ടുവല്ലോ. ഞാൻ ദൈവപുത്രൻ നേരിട്ട് ഇറങ്ങി വന്ന് നിങ്ങളുടെ മുന്നിൽ ഈ സംസാരിച്ചിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ല. അതുകൊണ്ട് അന്ത്യന്യായവിധി നിങ്ങൾ എന്ത് സംഭവിക്കും? നിനവേക്കാർ ഈ തലമുറയോടുകൂടി എഴുന്നേറ്റ് വന്നിട്ട് ഈ തലമുറയെ ന്യായം വിധിക്കുമെന്ന് യേശു പറഞ്ഞത്. അപ്പൊ യേശു തന്നെത്താൻ ഉപമിച്ചത് ആരോടാ? അവിടെ 2 സ്ഥലങ്ങളിലും, മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ അവിടെ ഉപയോഗിക്കുന്ന പദം പോലെ എന്നുള്ള പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ 2 സ്ഥലത്തും യേശു സ്വയമായിട്ട് ഉപമയിൽ തന്നെ യോനയുമായിട്ട് തന്നെയാണ് ഉപമിച്ചത്, അല്ലാണ്ട് ഈ തലമുറയുമായിട്ടല്ല. അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്ന കാര്യമാണ്. ഈ തലമുറയ്ക്ക് യോനയുടെ അടയാളം നൽകിയെന്ന് പറഞ്ഞ ക്ലിപ്പ് നമ്പർ 4.
ഈ തലമുറയിൽ യോനയുടെ അടയാളം നൽകി എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് ഈ ജോസഫ് പൊന്നാർ ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അത് വായിക്കണം. നീലമഷിയിൽ എഴുതുക, വായിക്കുക. ഈ തലമുറയ്ക്ക് നൽകപ്പെട്ട യോനയുടെ അടയാളം എന്താണ്? ദൈവം സഭകളെ തകർത്ത് കളയുമെന്ന്. ദൈവം സഭകളെ തകർക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണോ അന്ന് ജീവിച്ചിരുന്ന യഹൂദന്മാരോട് യേശു പറഞ്ഞത് യോനയുടെ അടയാളമല്ലാതെ നിങ്ങൾക്ക് നൽകുവാനില്ലെന്ന്? ദൈവം സഭകളെ തകർക്കും. ഈ മനുഷ്യനെ ഏതൊക്കെ സഭയിൽ നിന്ന് പുറത്തേക്ക് പോയി. ഇപ്പൊ അവരോട് ഭയങ്കര ശത്രുത കാണും. അപ്പൊ അതൊക്കെ ഒന്ന് മുടിഞ്ഞു പൊക്കോട്ടെ എന്നുള്ള ചിന്തയാ. ഇനി മറ്റൊരു നിലയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ഞങ്ങൾ ഒഴികെയുള്ള എല്ലാ ക്രിസ്തീയ ഗ്രൂപ്പുകളും അങ്ങ് നശിച്ചോട്ടെ എന്നുള്ള ചിന്തയാ. ഇത് കൾട്ടുകളുടെ ഒരു ബേസിക് ചിന്തയാണ്. അതിന് കാരണം എല്ലാ കൾട്ടുകളും വിശ്വസിക്കുന്നത് ഞങ്ങൾ മാത്രമേ സത്യമുള്ളതാണ്. അത് ഏത് കൾട്ടിനെ എടുത്താലും കൾട്ടുകളുടെ മുഖമുദ്രയാണ് ഞങ്ങൾ മാത്രമേ ശരിയുള്ളൂ. എന്നാൽ നമുക്കറിയാം സുവിശേഷ വിഹിത സഭകൾ പല പേരുകളിൽ നിൽക്കുമ്പോഴും അവർക്ക് അന്യോന്യം മറ്റു പ്രയാസമൊന്നുമില്ല. ഞങ്ങൾ മാത്രമേ ശരിയുള്ളെന്ന് ആരും പറയാറില്ല. എന്നാൽ ഉപദേശപരമായിട്ട് ചില കാര്യങ്ങളിൽ ഞങ്ങളും അവരും തമ്മിൽ യോജിക്കുന്നില്ല ബ്രദറെ എന്നേ പറയാനുള്ളൂ. ഈ ചിന്ത നിലനിൽക്കുന്നുണ്ട്. അവർ പറയാണ് സഭകളെ എല്ലാം തകർക്കുമെന്നാണ് യോന പ്രവാചകനിലൂടെ യോനയുടെ അടയാളത്തിലൂടെ യേശുക്രിസ്തു പറഞ്ഞെന്ന്. ആ ഭാഗം വായിച്ചെന്ന് ഞാൻ വിചാരിക്കുകയാണ്, നിങ്ങളെ ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുകയാണ്. യോനയുടെ അടയാളം എന്നു മുതൽ ആരംഭിച്ചു എന്ന് അതിന്റെ താഴെ വായിക്കുന്നുണ്ട്. ചുമന്ന ലെറ്റർ ഒന്ന് വായിച്ചു നോക്കിയേ, പേടിച്ചോ? സഭകളെ തകർക്കുമെന്ന് യോനാ പ്രവാചകന്റെ അടയാളത്തിലൂടെ യേശുക്രിസ്തു ഈ തലമുറയോട്, ഞാനും നിങ്ങളും ജീവിക്കുന്ന തലമുറയോട് സംസാരിച്ചു പോലും. എങ്ങനെ സംസാരിച്ചു? യോനയുടെ അടയാളം 2008 ജനുവരി 1 മുതൽ സഭകൾക്ക് നൽകപ്പെട്ടു കഴിഞ്ഞു. അപ്പോ ജോസഫ് പൊന്നാര പറയാണ്, ഞങ്ങളല്ലാത്ത മറ്റ് ക്രിസ്തീയ ഗ്രൂപ്പുകളെല്ലാവരും മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളുടെ അന്ത്യമെടുത്തു കഴിഞ്ഞു എന്നാണ് ജോസഫ് പൊന്നാര പറയുന്നത്. എന്ത് നല്ല വ്യാഖ്യാനം! ഇതാണ് ബൈബിൾ കൺവെൻഷൻ. ഇങ്ങനെയുള്ളവർക്ക് ബൈബിൾ എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവായ യേശുക്രിസ്തു ഇത് സംബന്ധിച്ച് എന്താണ് പറഞ്ഞതെന്ന്? ഈ കർത്താവായ യേശുക്രിസ്തു സഭകളെ സംബന്ധിച്ച് പറയുന്നിടത്ത് വളരെ വ്യക്തമാക്കി തന്നെ കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ഒരിക്കലും സഭകളെ നശിപ്പിക്കാനല്ല. കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ വിശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ മുൻനിർത്തേണ്ടതിന്. കർത്താവിന്റെ ലക്ഷ്യം, ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതി സഭയായി യേശുക്രിസ്തുവിന് വേണ്ടി തന്നെ ഒരുക്കി മുൻനിർത്തുവാൻ വേണ്ടിയിട്ടാണ് ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നത്. അല്ലാണ്ട് സഭയെ 2008 മുതൽ തകർത്ത് കളയാൻ യേശുക്രിസ്തു തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. മത്തായി സുവിശേഷം 16-ാം അധ്യായം നമുക്കറിയാം, പത്രോസിനോട് പറയുന്ന ഭാഗത്ത് കർത്താവ് പറയുന്നുണ്ട്, പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത സഭയാണ് ഞാൻ പണിയാൻ പോകുന്നത്. അപ്പൊ പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത സഭയെ പണിയാൻ പോകുന്ന കർത്താവ് നാളെ വന്നിട്ട് സഭകളെല്ലാം നശിപ്പിക്കാൻ പോവാണ്. ഇതിന്റെ ബേസിക് പ്രശ്നം, യഥാർത്ഥത്തിൽ സഭ എന്താണെന്ന് പോലും ഇവർക്ക് മനസ്സിലായിട്ടില്ല. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭയെന്ന് പോലും ഇവർക്ക് അറിയില്ല. പിന്നെ ഇവരെന്ത് സുവിശേഷം പറയാനാ? ഇവരൊരു സുവിശേഷം പറയാറില്ല. അവരുടെ സുവിശേഷമൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അപ്പൊ ഈ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണ്. ഇവർ ദൈവവചനത്തെ വിഭജിച്ചിരിക്കുന്ന രീതിയുണ്ട്. നമ്മൾ ദൈവവചനത്തെ വിഭജിച്ചിരിക്കുന്ന രീതി എന്നൊക്കെ പറയാൻ പ്രത്യേകിച്ച് രീതിയൊന്നുമില്ല. ഈ പുസ്തകം മുതൽ എല്ലാ പുസ്തകങ്ങളും നമുക്ക് ദൈവവചനം തന്നെയാണ്. ഇവർ വിഭജിച്ചിരിക്കുന്ന ഒരു രീതി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ക്ലിപ്പ് 7 നമുക്കിത് കാണാം. ഒന്നാമത് അവർ പറയുന്ന ഇണവചനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒത്തുവചനങ്ങൾ എന്ന് പറയത്തില്ലേ, ബൈബിളൊക്കെ മേടിക്കുമ്പോൾ മാർജിൽ ഒത്തുവാക്യങ്ങളുള്ള ബൈബിൾ കിട്ടില്ലേ, ഇണവചനങ്ങൾ. അടുത്തത് മുതലാണ് പ്രശ്നം ആരംഭിക്കുന്നത്. രണ്ടാമത് അവർ ദൈവവചനത്തെ തരഞ്ഞിരിക്കുന്ന രീതി, കർത്താവിന്റെ പ്രവൃത്തിയിൽ മറഞ്ഞിരിക്കുന്ന വചനങ്ങൾ. കർത്താവ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്ത പ്രവൃത്തിക്കുള്ളിൽ തന്നെ അന്ന് കാലത്ത് ആളുകൾക്ക് മനസ്സിലാകാത്ത ചില വചനങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട് ആ പ്രവൃത്തിയിൽ. അടുത്തത് മുദ്രിത വചനങ്ങൾ, മുദ്രയിട്ട് വെച്ചേക്കാ ചിലത്, അത് ഈ അന്ത്യകാലത്ത് ചിലർക്ക് വെളിപ്പെടുത്തി കൊടുക്കാനുള്ളതാ. പിന്നെ അവർ പറയുന്നത് അലിഖിത വചനങ്ങൾ എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടിട്ടില്ലാത്ത വചനങ്ങളുണ്ടെന്ന് പോലും. അത് ദൈവത്തിൽ നാമത്തിൽ വെളിപ്പെടുത്തി കിട്ടുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ശ്രദ്ധിച്ചോ? അതിന്റെ അവസാനത്തെ 3 പോയിന്റിൽ 3 ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, മറഞ്ഞിരിക്കുന്ന മുദ്രിത വചനങ്ങൾ, അലിഖിത വചനങ്ങൾ, ഇത് മൂന്നും കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? ജോസഫ് പൊന്നാറയ്ക്ക് എങ്ങനെ വേണമെങ്കിൽ ഈ പുസ്തകം എടുത്ത് കൈപിടിച്ചിട്ട് വായി തോന്നുന്നത് വ്യാഖ്യാനിക്കാം. ഇതെന്താ സാറേ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ പുള്ളി പറയും, അത് മുദ്രിത വചനം, അതെനിക്ക് വെളിപ്പെട്ടതാ. ഇതെന്താ ഇങ്ങനെ പറയുന്നത് ചോദിച്ചാൽ അദ്ദേഹം പറയും, അത് അലിഖിത വചനമാണ്, ഇത് ഇതുവരെ എഴുതപ്പെട്ടിട്ടില്ല, ഇപ്പൊ എനിക്ക് കിട്ടിയതുള്ളൂ.
അപ്പൊ ഈ ഭാഗം എന്താ ഇങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ പുള്ളി പറയും അത് അന്ന് യേശു അങ്ങനെ പ്രവർത്തിച്ചെങ്കിലും അത് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. അപ്പൊ മനസ്സിലായോ വ്യാഖ്യാനത്തിന്റെ ദുർഗതി? അപ്പം ഇങ്ങനെയുള്ള ഒരു ദൈവവചന വിഭജന രീതിയാണ് ഇവർ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ദൈവവചന വിഭജന രീതി ഇവർ കൈക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം പ്രിയ ദേവദാസൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, പിതാവിന്റെ നാമം ഏത്? ഇവർ വീടുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ പിതാവാരാ? നിങ്ങൾ യേശുക്രിസ്തു വിശ്വസിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ പിതാവിന്റെ നാമം എന്താ? അപ്പോൾ നമ്മൾ പറയും അത് യഹോവ എന്നല്ലേ. ഇച്ചിരിയുടെ വചനമൊക്കെ അറിയാവുന്ന ആൾ പറയും അത് ഞാനാകുന്നു എന്നല്ലേ. അതൊന്നുമല്ല, അതൊന്നും പിതാവിന്റെ നാമമല്ല. പിന്നെ എന്തുവായി പിതാവിന്റെ നാമം? അവിടെ ആ ക്ലിപ്പ് ഒന്ന് കാണിച്ചപ്പെടുന്ന 8ാമത്തെ ക്ലിപ്പ് അവിടെ ശ്രദ്ധിക്കുക. യേശുക്രിസ്തു തന്റെ കൂടെ കൊണ്ടു നടന്ന് പഠിപ്പിച്ച അപ്പോസ്തലന്മാരോ, ഞാൻ എഴുതിയതല്ല, അവരുടെ വെബ്സൈറ്റിൽ കിടക്കുന്ന, ഇതൊക്കെ മാറും ചിലപ്പോൾ. ഇത് ഈ വീഡിയോ കാണുമ്പോൾ ഇതൊക്കെ എടുത്ത് ദൂരെ കളയവര്. അവിടെ എഴുതി വെച്ചേക്കാണ്, യേശുക്രിസ്തു തന്റെ കൂടെ കൊണ്ടുവന്ന് പഠിപ്പിച്ച അപ്പോസ്തലന്മാരോ, വെളിപ്പാടിലൂടെ യേശുക്രിസ്തു പഠിപ്പിച്ച പൗലോസോ ദൈവപിതാവിന്റെ നാമം നമുക്ക് പറഞ്ഞു തന്നില്ല. കഷ്ടം. പത്രോസിനും അറിയില്ലായിരുന്നു, പൗലോസിനും അറിയില്ലായിരുന്നു. പിന്നെ ഇത് ആർക്കും അറിയാവുന്നേ? ഇതറിയാവുന്ന ആളാണ് ജോസഫ് പൊന്നാറ. ഈ എംബറർ ഇമ്മാനുവൽ ചർച്ചിന്റെ വലിയ നേതാവെന്ന് സ്വയം അവകാശപ്പെടുന്ന ആ പുള്ളിക്കാണ് ഇത് എന്ത് ചെയ്തത്? വെളിപ്പെട്ട് കിട്ടിയത്. എന്താ വെളിപ്പെട്ട് കിട്ടിയെന്ന് അറിയണ്ടേ? ഞാൻ വിചാരിച്ചു ദേവദാസൻ അത് പറയുമെന്നാണ് വിചാരിച്ചത്. എന്താണ് ഇവർക്ക് വെളിപ്പെട്ട് കിട്ടിയെന്ന് അറിയേണ്ടത്? നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കും ഏതാണ്ട് ഭയങ്കര സംഭവമാണെന്ന്. ഞാനിത് യേശുക്രിസ്തുവിനെ കുറച്ച് പറയുന്നതല്ല, ഇദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തെ തരം താഴ്ത്താൻ വേണ്ടി, അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുക. ഇദ്ദേഹത്തിന് വെളിപ്പെട്ട് കിട്ടിയത് യേശുക്രിസ്തുവും അദ്ദേഹം 2 വാക്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് വായിച്ചുകൊണ്ടേ അത് പറയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കി നിൽക്കുമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ എന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തുവല്ലോ എന്ന് പറഞ്ഞാൽ തന്റെ ശിഷ്യന്മാർക്കാണ് വെളിപ്പെടുത്തി കൊടുത്തത്. തന്റെ ശിഷ്യന്മാരിൽ പത്രോസുണ്ട്, യോഹന്നാനുണ്ട്. ഇവരൊന്നും എന്ത് ചെയ്തില്ല, നമുക്കത് വെളിപ്പെടുത്തി തന്നില്ല. അവരെന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് കുറെ പുസ്തകം എടുത്തേച്ച് പോയി. അവർക്ക് ആർക്കും അത് വെളിപ്പെടുത്താൻ പറ്റിയില്ല. ഈ പുസ്തകമൊന്നുമില്ലാത്ത മറിഞ്ഞിരിക്കുന്ന വ്യാഖ്യാനം പറയുന്ന ഈ മനുഷ്യൻ ഒരു ദിവസം അത് അദ്ദേഹത്തിന് വെളിപ്പെട്ടു. എന്താണെന്ന് കേൾക്കണ്ടേ? പിതാവിന്റെ നാമം. ഞാൻ പറയുന്നതല്ല, മുരിയാടുകാർ പറയുന്ന പിതാവിന്റെ നാമം എക്സ്പോസ് ചെയ്യട്ടെ, വെളിപ്പെടുത്തട്ടെ. ഭയങ്കര സംഭവമാണിത്. യേശുക്രിസ്തു. എന്റെ സഹോദരന്മാരെ, യേശുക്രിസ്തു നിസ്സാരനായത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു വ്യാഖ്യാനം അസ്ഥാനത്തായത് കൊണ്ടാണ്. എന്റെ ചോദ്യം, പത്രോസും യോഹന്നാനും പൗലോസും യേശുക്രിസ്തു എന്ന നാമം അവരുടെ തൂലികയിൽ നിന്ന് എഴുതിയില്ലേ? അവരെഴുതിയതല്ലേ നമ്മുടെ കയ്യിൽ പുതിയ നിയമമായിട്ടുള്ളൂ. പിന്നെ ഇദ്ദേഹത്തിന് ഇത് എവിടുന്ന് കിട്ടി? അവിടെയാണ് അലിഖിത വചനങ്ങൾ, സ്വന്തം ദർശനങ്ങൾ തനിക്ക് വ്യാഖ്യാനിക്കാനുള്ള കോലായി താൻ കൈകൊണ്ടെടുക്കുക. അതാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ പിതാവിന്റെ നാമം ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും അത് യേശുക്രിസ്തു ആണ് പോലും. അദ്ദേഹം മാത്രമല്ല, അതേ തത്തമ്മേ പൂച്ച എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്, സർക്കിട്ട് ദാസന്മാർ അവർ വിടാറുണ്ട്. ഈ തത്തമ്മേ പൂച്ചക്കാരെല്ലാം പറയുന്ന ഇതാണ്, യേശുക്രിസ്തുവിന്റെ നാമം അല്ല, പിതാവിന്റെ നാമം യേശുക്രിസ്തു എന്നാണ് എന്ന് അവർ പറയും. നമുക്കൊരു ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഇങ്ങനത്തെ ഒരു ദുർവ്യാഖ്യാനം നടത്തുവാൻ ഇദ്ദേഹത്തിന് അവകാശമുണ്ട്. ഞാൻ ഒരിക്കലും ഇവരുമായിട്ടൊരു സമയത്ത് ഒരു കൂട്ടം ആളുകളുമായിട്ട് ഇവരായിട്ട് സംസാരിക്കേണ്ടി വന്നപ്പോൾ ഞാൻ ഇപ്പൊ കോട്ട് ചെയ്യുന്ന വാക്യം പറഞ്ഞതോടുകൂടി ഇവരാകെ വയലന്റായി. അതിനുശേഷം ഇവർ എഴുന്നേറ്റ് പോയി, സംസാരിക്കാൻ കൂട്ടാക്കില്ല, പുറത്തിറങ്ങി കുറെ ശാപം പറഞ്ഞാൽ അവരങ്ങ് പോയി. ആ വാക്യം നമുക്കിത് കാണിക്കാം. സങ്കീർത്തനങ്ങൾ 147 19 20 വാക്യങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത്, അവൻ യാക്കോബിന് തന്റെ വചനവും ഇസ്രായേലിന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു, അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ലല്ലോ. ദൈവം തന്റെ നാമം വെളിപ്പെടുത്തണമെങ്കിൽ, തന്റെ വചനം വെളിപ്പെടുത്തണമെങ്കിൽ, തന്റെ വിധി വെളിപ്പെടുത്തണമെങ്കിൽ അതിന് താൻ തിരഞ്ഞെടുത്ത ഒരു ജാതിയുണ്ട്. ആ ജാതി പിന്നീട് വന്ന ഒരു ജാതിയുമല്ല. ആ ജാതി യാക്കോബിൽ നിന്ന് ഉത്ഭവിച്ച ഇസ്രായേലാണ്, യഹൂദ ജനമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ബൈബിളിൽ യഹൂദ ജനത്തിന് വെളിയിൽ നിന്ന് വന്ന ഏതെങ്കിലും പ്രവാചകന്റെ വചനങ്ങളോ പുസ്തകങ്ങളോ ഇതിനുള്ളിലുണ്ടോ? ദൈവത്തെ കുറിച്ച് പറയുവാൻ ദൈവം തിരഞ്ഞെടുത്തത് അവരെയാ. ജോസഫ് പൊന്നാറ ആരാ? ഞാനിത് ചോദിച്ചു. ഈ വചനം നിങ്ങൾ കണ്ടിട്ട് ഇതിനെ മറികടന്ന് ജോസഫ് പൊന്നാറ പറയുന്നത് ദൈവവാക്യമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾ ഈ തിരുവെഴുത്തിനെതിരെ പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ അവര് പറഞ്ഞ മറുപടി വളരെ രസകര. എന്റെ മുന്നിൽ സംസാരിച്ച് സൗന്ദര്യം കുറഞ്ഞ കറുത്ത ആളുകളെ പുച്ഛിക്കാൻ പറയല്ല, ക്ഷമിക്കണം. ഒരു വിരൂപനായ സഹോദരൻ
സഹോദരൻ എന്ന് വിളിക്കണമെന്ന് സംശയിക്കുന്നു. അദ്ദേഹം പറയാണ്, ഞാൻ ചോദിച്ചു, നിങ്ങൾ യഹൂദന്മാരാണോ, നിങ്ങൾക്കിത് വെളിപ്പെട്ടെന്ന് പറയാൻ? ഈ യഹോദാക്ഷികളോടും ചോദിച്ചാൽ അവരും അത്ര പപ്പ പറയും. അപ്പോൾ അടുത്ത വാക്യം അവർ പറഞ്ഞ, ഞങ്ങൾ യഹൂദന്മാരാ, ഇവിടെ സർക്കാർ നടത്തിയ പഠനങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ടില്ലേ, കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ജീനൊക്കെ യഹൂദന്മാരുടെ ജീനാന്ന്. ഞാൻ എൻ്റെ മുന്നിൽ, എൻ്റെ പൊന്നു സഹോദരൻ, ഇയാളെ കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ എന്ന് ഞാൻ പറയേണ്ടി വന്നു. എനിക്കാരോടും വിഷമമുള്ളതുകൊണ്ടല്ല. ഇത്ര വിവരം കെട്ട നിലയിൽ അവർ വ്യാഖ്യാനിക്കുന്ന ദുർവ്യാഖ്യാനങ്ങളെ സ്ഥാപിക്കുവാൻ എന്ത് വേഷവും അവർ സ്വന്തം ദേഹത്തെടുത്ത് ചാർത്താൻ അവർ റെഡിയാ. അപ്പം ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഈ വചനപ്രകാരം പൊന്നാറയ്ക്ക് വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് പൊന്നാറയുടെ വീട്ടിലുള്ളവരെ മാത്രം പഠിപ്പിച്ചാൽ മതി. കേരളത്തിലെ ക്രൈസ്തവ കേരളത്തെ പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് റൈറ്റ്സ് ഇല്ല. കാരണം അദ്ദേഹം യഹൂദനല്ലാതിരിക്കെ. ഇനി അതും പോട്ടെ, ദേവദാസൻ പറഞ്ഞതുപോലെ വെളിപ്പെടുത്തപ്പെട്ട തിരുവെഴുത്തിന് അപ്പുറത്തേക്ക് വന്നിട്ട് അതിനോട് ചേർത്ത് വയ്ക്കാൻ കൊള്ളാവുന്നതാണെന്ന് പറയുവാൻ തിരുവെഴുത്ത് അനുവദിക്കാത്തത് കൊണ്ടും അതിൻ്റെ ഒരു റീസൺ മാത്രമേ ഞാൻ ഈ വാക്യം കാണിച്ചതേ ഉള്ളൂ. ദേവദാസൻ അത് എടുത്ത് കാണിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത കണ്ടോ, അവിടെ പറയുന്നുണ്ട് അദ്ദേഹം ഈ പിതാവിന്റെ നാമം ഈ അപ്പോസ്തലന്മാർ ആരും വെളിപ്പെടുത്താത്തത് കൊണ്ട് ഒരു ദിവസം ഇദ്ദേഹം തുണിയും മാറി ഇറങ്ങി റെഡിയായിട്ട്, എന്നാൽ ഈ നാമം അങ്ങ് വെളിപ്പെടുത്തി കളയാമെന്ന് വിചാരിച്ച്. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാമം വെളിപ്പെടുത്തി എന്നിട്ട് പറയാണ്, ഈ നാമം വെളിപ്പെടുത്തുന്നത് മണവാട്ടിക്കാണ്. പത്രോസും പൗലോസും യാക്കോബും ഒന്നും മണവാട്ടി അല്ലായിരുന്നു പോലും. കഷ്ടം. അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തതായിട്ട് ഈ സിയോൻ എന്ന് പറയുന്നത് മുരിയാടാണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇവര് വീടുകൾ തോറും കയറി ഇറങ്ങി പറയുന്നത്, ഇവിടെയും പ്രസംഗിച്ചപ്പോൾ വിളിച്ചു പറഞ്ഞു കാണും, സിയോനിലേക്ക് വാ, സിയോനാണ്. സിയോൻ എവിടെയാ? മുരിയാടാണോ? അത് തിരുവെഴുത്തിന് പ്രകാരം നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. ഒരിക്കൽ പോലും ഇവരെ പറയാൻ അനുവദിച്ചുകൂടാ. സിയോൻ മുരിയാടാണെന്ന് പറയാൻ അവർക്ക് എങ്ങനെ സാധിക്കും? ലജ്ജയില്ലാത്ത വ്യാഖ്യാനം. അത് തന്നെ അതിന്റെ റീസൺ. ഇവിടെ നമുക്ക് തിരുവെഴുത്തിൽ നോക്കാം. ഇവർ ഈ കാര്യം പറയാനിരിക്കുമ്പോൾ മുമ്പേ പറഞ്ഞില്ല, ഒരു 16 ക്വസ്റ്റ്യൻസ് ഇവരോട് ചോദിച്ചിരുന്നു എന്ന്. അതിലൊരു ക്വസ്റ്റ്യൻ അവർ പറയുന്ന ആൻസർ ആണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. അതിലെ ക്ലിപ്പ് 13 ബ്രദറെ. അവിടെ ഇവരോട് ചോദിച്ചു, നിങ്ങൾ മുരിയാട് നോഹയുടെ പെട്ടകം പണിയുന്നുണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ടല്ലോ, ഇതിലെന്തെങ്കിലും ശരിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ പറയുന്ന മറുപടിയാണ്, അവർ കൊടുത്തിരിക്കുന്ന മറുപടിയാണ്, സിയോനിൽ പിതാവായ ദൈവത്തിന് ഒരു ഭവനം നിർമ്മിക്കുന്നത്. ഞാൻ എഴുതല്ല, അവരുടെ വെബ്സൈറ്റിലുള്ള ഭവനം ഞങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അതിന് ഈ ആരോപണവുമായി ഒരു ബന്ധമില്ലെന്നേ. നോഹയുടെ പെട്ടകം ഞങ്ങൾ പണിയുന്നുണ്ടെന്ന് നിങ്ങൾ ആരോപിക്കുന്നില്ലേ? ആ ആരോപണത്തിൽ കഴമ്പൊന്നുമില്ലെന്നേ. ഞങ്ങൾ നോഹയുടെ പെട്ടകം പണിയുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ സമ്മതിക്കായിരുന്നു. കാരണം പഴയ പെട്ടകത്തിൻ്റെ മോഡൽ പണിയൊന്നും നമുക്കങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കാം. നമുക്കൊക്കെ ഒന്ന് പോയി കാണുകയും ചെയ്യായിരുന്നു. ഇടയ്ക്ക് ഇത്രയും വലുതായിരുന്നു പെട്ടകം, ഇതിന്റെ അറകളൊക്കെ നല്ല മനോഹരമായിരിക്കും, നമുക്കൊക്കെ ഒന്ന് ടൂറിന് പോകായിരുന്നു. ഇത് അതുമല്ല. പിതാവായ ദൈവത്തിന് ഇവരവിടേതാ ഒരു ഭവനം പണിയുന്നു. അത് എവിടെയാ പണിയുന്നത്? അതിന്റെ രാഷ്ട്രവാക്യം പറയാണ്, അത് ദൈവത്തിന്റെ മണ്ണിലാണ് നിർമ്മിക്കുന്നത്. എന്തൊരു വിവരക്കേടാ! ഭൂമി അതിന്റെ പൂർണ്ണത യഹോവയ്ക്കുള്ളത്. ഇവിടെ ദൈവത്തിൻ്റെതല്ലാത്ത ഒരു മണ്ണുമില്ല. മുരിയാട്ട കണ്ടത്തിലെ ചെളിക്കണ്ടം മാത്രമല്ല, അത് അങ്ങനെയുള്ള ഭൂപ്രദേശം കേട്ടോ. അത് മാത്രമല്ല ദൈവത്തിൻ്റെത്. പർവ്വതങ്ങളാ യഹോവയ്ക്കുള്ളത്, ആകാശം അവനുള്ളത്. ഇവിടെ വയലിലെ ചെടികളും പക്ഷികളും മൃഗങ്ങളും എല്ലാം അവനാ നിർമ്മിച്ചത്. അതെല്ലാം അവൻ്റെതാ. അവര് പറയാണ് ഞങ്ങൾ പണിയുന്നത് ദൈവത്തിന്റെ ഭൂമിയിലാണെന്ന്, അത് ദൈവത്തിന് ഭവനം നിർമ്മിക്കുന്നുണ്ടെന്ന്. അതിന്റെ ദുർവ്യാഖ്യാനം നമുക്ക് ഒരു വേദവാക്യത്തിൽ നിന്ന് നമുക്ക് അതിനെ ഒന്ന് റിഫ്യൂട്ട് ചെയ്യാൻ പിന്നീട് ഞാൻ വിടുകയാണ്. ഇവരിത് സ്ഥാപിക്കുവാൻ വേണ്ടി എടുക്കുന്ന വേദവാക്യം എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വാക്യം കൊണ്ടാണ് അവർ പറയുന്നത് സിയോനിരിക്കുന്നത് മുരിയാടാണെന്ന്. അവിടെ പറയുന്നത് ശ്രദ്ധിക്കുക, അതുകൊണ്ട് എന്റെ ജനം എന്റെ നാമത്തെ അറിയും. എന്റെ ജനം എന്ന് പറഞ്ഞാൽ അത് ഈ മുരിയാട് കൂടുന്ന ഞങ്ങളാണ്. ഞങ്ങൾക്ക് പിതാവിന്റെ നാമം അറിയാം, നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് അവന്റെ ജനമെന്ന് പറയുന്നത് മുരിയാട്ട് ഈ ബിൽഡിങ്ങിനുള്ളിൽ കൂടുന്ന ഞങ്ങളാ, വേറെ ആരും അവന്റെ ജനമല്ല. അതുകൊണ്ട് ഞങ്ങൾക്കത് അറിയാമല്ലാത്ത നിങ്ങൾക്ക് ആർക്കും ദൈവത്തിന്റെ ജനമല്ല. എന്നിട്ട് ഇവർ പറയുന്ന അതിന്റെ വാക്കുകൾ താഴത്തേക്ക് വായിക്കുക. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, സമയക്കുറവുകൊണ്ട് ഞാൻ അതിന്റെ പ്രധാന ഭാഗം മാത്രം വായിക്കുകയാണ്. സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും, സുവാർത്താദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം, നിന്റെ കാവൽക്കാരുടെ ശബ്ദം കേട്ടുവോ? അവർ ശബ്ദം ഉയർത്തി ഒരുപോലെ ഉല്ലസിച്ചു ഘോഷിക്കുന്നു. യഹോവ സിയോനിലേക്ക് മടങ്ങി വരുമ്പോൾ അവർ അഭിമുഖമായി കാണും. അങ്ങനെ ഈ മുരിയാട്ടയ്ക്ക് ദൈവമായ പിതാവ് മനുഷ്യനായിട്ട്, പിന്നീട് പറയേണ്ട കാര്യങ്ങളാണ്, സമയത്തിന്റെ കുറവുണ്ട്, ഇവിടെ ഒരു ഗ്ലിംസ് വന്നിച്ചു പോവുക. നമ്മൾ വിചാരിക്കുന്ന പിതാവായ ദൈവം ആത്മാവല്ല ഇവർക്ക്. ദൈവവചനം പറയുന്നു ദൈവം ആത്മാവാകുന്നു. ഇവർ പറയുകയാണ് എന്നെ പോലെ നിങ്ങളെ പോലെയും ജഡവും രക്തവും മാംസവും പിതാവിനുണ്ട്. ആ പിതാവിന് ഇതുപോലുള്ള വീട്ടിൽ കിടക്കാൻ പറ്റും, കോൺക്രീറ്റ് ബിൽഡിങ്ങിനുള്ളിൽ വന്ന് കുത്തിയിരിക്കാൻ പറ്റും.
ആ പിതാവിന് വേണ്ടിയിട്ട് ഇവർ വീട് പണിതുകൊണ്ടിരിക്കുകയാണ് പോലും. ആ പിതാവിന്റെ പേരാണ് യേശു ക്രിസ്തു. ഈ യേശു ക്രിസ്തു ഈ മുരിയാടേക്ക് ഇറങ്ങി വന്നോ ഇല്ലയോ എന്ന് ഞാൻ പിന്നെ പറയാം, ഇറങ്ങി വരും. ഇതാണ് അവർ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 24-25 വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളൊന്ന് കണ്ടുകൊള്ളുക. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ആലയങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ഇവർ ഈ പണിത് വെച്ച സാധനത്തിനകത്ത് ദൈവം വന്നിരിക്കുമെന്ന് ഈ വാക്യപ്രകാരം എങ്ങനെ ഇവർ വ്യാഖ്യാനിക്കും? അതവിടെ പോട്ടെ. അപ്പം ഇവിടെ നമുക്ക് ചോദിക്കേണ്ടത് സിയോൻ മുരിയാടാണോ എന്ന് അറിയാൻ വേണ്ടി 2 ചോദ്യം ചോദിക്കേണ്ടത്. ഒന്നാമത്തെ ചോദ്യം നമ്മൾ ചോദിക്കുന്നത്, അവരോട് ചോദിക്കുന്നത്, സിയോൻ ഒരു സ്ഥലമാണോ? സ്ഥലമാണെങ്കിൽ ഏത്? ഈ വാക്യം ശ്രദ്ധിച്ചോ. 14-ാമത്തെ ക്ലിപ്പില് സിയോനോട് പറക. സ്ഥലത്തോട് പറയാൻ പറ്റുമോ? രണ്ടാമത് ചോദിക്കേണ്ട ചോദ്യം, സിയോൻ ഒരു കൂട്ടം ജനമാണോ? ജനമാണെങ്കിൽ ആര്? സ്ഥലമാണെങ്കിൽ ഏത്? ജനമാണെങ്കിൽ ആര്? അവിടെയാണ് ഇവിടെ പ്രശ്നം. സ്ഥലമാണെന്ന് പറഞ്ഞാൽ അവര് മുരിയാടാന്ന് പറയും, ജനമാണെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളാണെന്ന് പറയും. ഇനി തിരുവെടുത്ത് എന്താ പറയുന്നത്? എന്റെ ജനമെന്ന് അവിടെ 52-ന്റെ 6-ാം വാക്യത്തിൽ എന്റെ ജനമെന്ന് പറയുന്ന ആരെ കുറിച്ചാ? അത് ആരെ കുറിച്ചാണെന്ന് അറിയണമെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:3 വായിക്കണം. ആ ക്ലിപ്പ് ഒന്ന് കാണിച്ചു തരാം ബ്രദറെ. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാന്റെ പുൽത്തൊട്ടിയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നുമില്ല. ഇത് 1-ാം അധ്യായത്തിൽ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിലുള്ളതാ. എന്റെ ജനം ഇസ്രായേലാണെന്ന് അവിടെ പറയാ. 52-ാമത്തെ അധ്യായം വരുമ്പോൾ എന്റെ ജനം മുരിയാട് കിടക്കുന്നവരാകുന്നത് എങ്ങനെയാ? അപ്പൊ ഇതിനിടയിലുള്ള അധ്യായങ്ങളല്ലേ അങ്ങോട്ട് പോയി? ഇസ്രായേലിന്റെ പാപത്തെ കുറിച്ചാണ് ദൈവം അവിടെ പറയുന്നത്. അപ്പൊ എന്റെ ജനം ഇസ്രായേലാണെന്ന് യെശയ്യാ പ്രവാചകൻ തറപ്പിച്ച് പറയുമ്പോൾ ഇവർ പറയാണ് ഞങ്ങളാണ് ജനം എന്ന് പറഞ്ഞാൽ നിങ്ങളല്ല, അത് ഇസ്രായേലാ. ഇനി സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ സിയോൻ സ്ഥലമാണോ? സ്ഥലമാണെങ്കിൽ അതേതാണെന്ന് ബൈബിൾ പറയുന്നത്. 1-2 വാക്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇവിടെ ക്ലിപ്സ് സഹോദരൻ തെരുതെരുന്ന് കാണിക്കും. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ 52-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വരെ അവർ കോട്ട് ചെയ്തിട്ടുള്ളൂ അവരുടെ വെബ്സൈറ്റിലൊക്കെ. 9-ാമത്തെ വാക്യം ഒന്ന് കാണിച്ച ബ്രദറെ. യെരുശലേമിന്റെ ശൂന്യ പ്രദേശങ്ങളെ പൊട്ടിയാർക്കുവിൻ, യഹോവ തന്റെ ജനത്തെ ആശ്വസിപ്പിച്ചു, യെരുശലേമിനെ വീണ്ടെടുത്തിരിക്കുന്നുവല്ലോ. 52-ന്റെ 8-ാം വാക്യം കൊണ്ട് നിർത്തി. 9-ാം വാക്യം എന്തുകൊണ്ട് എടുത്തില്ല? അത് യെരുശലേമാണെന്ന് സമ്മതിക്കേണ്ടി വരും. സിയോൻ എന്ന് പറഞ്ഞാൽ യെരുശലേമിനെ കുറിച്ചാണെന്നും യെരുശലേമിന്റെ അവസ്ഥകളെ കുറിച്ചാണെന്നും പ്രവാചകൻ പറയുന്നതെന്ന് മുരിയാടത്തെ കള്ളപ്രവാചകന്മാർ സമ്മതിക്കേണ്ടി വരും. അതിന് മനസ്സില്ലാത്തത് കൊണ്ട് 9-ാം വാക്യം അങ്ങോട്ട് വിട്ടുകളഞ്ഞു. ഇനി നമുക്ക് വാസ്തവത്തിൽ ബൈബിൾ സിയോനെ കുറിച്ച് എന്ത് പറയുന്നത് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് സിയോനെ കുറിച്ചുള്ള പശ്ചാത്തലം നോക്കിയാൽ ഇത് യെബൂസ്യരുടെ പട്ടണമായിരുന്നു. ദാവീദ് രാജാവായ കാലത്ത് യെബൂസ്യരുടെ ഈ പട്ടണം പിടിച്ചെടുക്കുകയും സിയോൻ കോട്ട പിടിച്ചെടുത്തുവെന്ന് 2 ശമൂവേൽ 5-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ദാവീദ് ഇതിന് പിന്നീട് ദാവീദിന്റെ നഗരം എന്ന് പേരിട്ടുവെന്ന് 2 ശമൂവേൽ 5-ന്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്ന് യെരുശലേമിന്റെ പട്ടണത്തിന്റെ കിടപ്പനുസരിച്ചിട്ട് ഈ സിയോൻ എന്ന് പറയുന്നത് യെരുശലേമിലെ കിദ്രോൻ താഴ്വരയ്ക്കും തെറോപ്പോയൻ താഴ്വരയ്ക്കും ഇടയിലുള്ള പർവ്വതത്തിന്റെ തെക്കേ അറ്റമാണ്. മോറിയ പർവ്വതം എന്ന് വിളിക്കപ്പെടുന്ന വടക്ക് കിഴക്കുള്ള കുന്നിൽ പിന്നീട് ശലോമോന്റെ കാലത്ത് ആലയം പണിതു കഴിഞ്ഞപ്പോൾ ആ കുന്നിന്റെ വടക്ക് കിഴക്കൻ പ്രദേശത്തെയും പിന്നീട് സിയോൻ എന്ന് വിളിച്ചു. ഇത് 2 താഴ്വരകൾക്കിടയിൽ നീണ്ടു കിടക്കുന്ന ഒരു പർവ്വതത്തിന്റെ ഇങ്ങേ കൊമ്പില്, തെക്കേ കൊമ്പിൽ ഇരിക്കുന്ന ഒരു പട്ടണമായിരുന്നു. അത് യെബൂസ്യരുടെ പട്ടണമായിരുന്നു. ദാവീദ് ആ പട്ടണത്തെ പിടിച്ചെടുത്തത്. അതിനെയാണ് സിയോൻ എന്ന് ബൈബിള് പറയുന്നത്. ഈ സിയോനെയാണ് പിന്നീട് ഇതേ പർവ്വതത്തിന്റെ അങ്ങേ തലക്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് മാറി വടക്ക് കിഴക്കായിട്ട് ശലോമോൻ ആലയം പണിത് കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്തെയും കൂടെ കൂട്ടി സിയോൻ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇത് ബൈബിളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. മുന്നോട്ട് വായിച്ചു കഴിഞ്ഞാൽ ശലോമോൻ രാജാവ് പിന്നീട് അവിടെ ആലയം പണിതുവെന്ന് ദിനവൃത്താന്ത പുസ്തകം 2-ാം പുസ്തകം 3-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിലുണ്ട്. പിന്നീട് സങ്കീർത്തന കാലഘട്ടത്തിൽ സങ്കീർത്തനം 48-ന്റെ 1-2 വാക്യങ്ങളിൽ യെരുശലേം നഗരം വളർന്നതോടുകൂടെ സിയോനെ വിശുദ്ധ നഗരമെന്ന് അവിടെ നമ്മൾ വിളിക്കുന്നുണ്ട്. വാക്യം ആവർത്തിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. യേശുക്രിസ്തു രാജാവായി മഹാരാജാവായി ഭൂമിയെ വാഴാൻ വരുമ്പോൾ, യെരുശലേമിൽ തന്റെ രാജ്യത്വം സ്ഥാപിക്കുമ്പോൾ, താൻ രാജാവായി വാഴുമ്പോൾ
ഇന്നത്തെ യെരുശലേം പട്ടണത്തെയും സിയോൻ എന്ന്, മഹാരാജാവിന്റെ നഗരമെന്ന് വിളിക്കപ്പെടും. ഒരുപാട് വാക്യങ്ങളുണ്ട്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1:27, 2:3, 4:1 മുതൽ 6 വരെ, യോവേൽ പ്രവാചകന്റെ പുസ്തകം 3:16, സക്രിയാവിന്റെ പുസ്തകം 1:16, 17, 8:3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഈ വാക്യങ്ങളിലെല്ലാം വളരെ വ്യക്തമായി പറയുകയാണ്, സിയോൻ എന്ന് പറഞ്ഞാൽ അത് യെരുശലേമിന് പകരപ്പേരായി വീണതാണ്. യെരുശലേമിൽ വസിക്കുന്ന ജനത്തിന് സിയോൻ നിവാസികൾ എന്ന് പകരപ്പേരായി വീണതാണ്. അല്ലാതെ കണ്ട്, ഇത് ഞാൻ പറഞ്ഞില്ല, അനിൽ സഹോദരന് വിഷമം വരും, അതുകൊണ്ട് പറയാണ്, അല്ലാതെ കണ്ട് അനിൽ സഹോദരന്റെ നാട് മുരിയാടിലെ ചെളിക്കുണ്ടത്തിൽ കണ്ടത്തിലെ പേരല്ലത്, കർക്കിടക മാസത്ത് വെള്ളം കയറി ഒഴുകുന്ന ആ സ്ഥലത്തിന്റെ പേരല്ലത് സിയോൻ എന്ന്. ഇവരൊക്കെ പണ്ട് മീൻ പിടിച്ചുകൊണ്ട സ്ഥലം ഇപ്പൊ ചെളിക്കുണ്ടായിരുന്നത്. അവിടെ മണ്ണിനകത്ത് കണ്ടനകത്ത് ബിൽഡിംഗ് വെച്ചാൽ യെരുശലേമിന് തുല്യമാകുമോ? അതിനെ ബൈബിൾ സിയോൻ എന്ന് വിളിക്കുന്നില്ല. ഈ വായിച്ച വാക്യങ്ങളെല്ലാം കണ്ടു, പർവ്വതമാണ്, മലയാണ് സിയോൻ, ചെളിക്കുണ്ടല്ല, വെള്ളക്കെട്ടല്ല സിയോൻ. ഭൂമിശാസ്ത്രപരമായി സിയോൻ കുന്നാണ്, ദൈവശാസ്ത്രപരമായി സിയോൻ ദൈവജനമാണ്. നമ്മളത് മനസ്സിലാക്കണം. ആക്ഷരിക സ്ഥലം എന്നുള്ളതിൽ സിയോൻ യെരുശലേമാണ്. അല്ലാതെ കണ്ട് മുരിയാട് കാശുണ്ടെന്ന് പറഞ്ഞ് ബിൽഡിംഗ് പണിതിട്ട് ദൈവപിതാവിന് ബിൽഡിംഗ് പണിയാണ്, ഇവിടെ വന്നിരിക്കുമെന്നും പറഞ്ഞ് സിയോൻ എന്ന് വിളിക്കപ്പെടും. ഇങ്ങോട്ട് പിതാവ് ജഡശരീരത്തോടുകൂടി ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ ബൈബിളിന്റെ വ്യാഖ്യാനമാകില്ലത്. അടുത്തതായിട്ട് വളരെ മർമ്മപ്രധാനമായ കാര്യങ്ങളാണ്. സിസ്റ്റമാറ്റിക് തിയോളജിയുടെ 10 ശാഖകളും തെറ്റിച്ചവരവര്. 10 ശാഖകളും. 10 പറയാൻ എനിക്ക് സമയമില്ലാത്തതിന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ നോക്കിയത് അവരുടെ വ്യാഖ്യാനങ്ങളെ കുറിച്ചാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അവരുടെ ക്രിസ്റ്റോളജി എന്താ, അവരുടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവർ പഠിപ്പിക്കുന്നത് എന്താ, ക്രിസ്തു ശാസ്ത്രം അവരെന്താ കൈവശം വെച്ചിരിക്കുന്നത്. നമുക്ക് ഇവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇവർ യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് കണക്കാക്കുന്നവരാണ്, നമ്മളങ്ങൊക്കെ തോന്നിപ്പോകും. ഇവിടുത്തെ കത്തോലിക്കരായ ബൈബിൾ വായിച്ച് പരിചയമില്ലാത്ത സഹോദരന്മാരെ അല്ല ഇവർ വീട് കയറി പറ്റിക്കുന്ന. ഇങ്ങനെ പറഞ്ഞ ഈ പാവങ്ങളെല്ലാം പോട്ടയ്ക്ക് പോണ പോലെയും അങ്ങ് തമിഴ്നാട്ടിലേക്ക് പോകണം, വേളാങ്കണ്ണിക്ക് പോണ പോലെയും ഇപ്പൊ ഇങ്ങനെ വാലുവാല പോവാണ് മുരിയാടിലേക്ക്. അവര് വന്നിച്ച് വീട്ടിൽ വന്നിച്ച് പറയും യേശുക്രിസ്തു ദൈവാന്ന് 4 വാക്യം പറയും. വാസ്തവത്തിൽ ഈ മുരിയാട് കള്ളപ്രവാചകന്മാരുടെ മനസ്സിൽ യേശുക്രിസ്തു ദൈവമല്ല. നമുക്കൊന്ന് നോക്കാം, ഈ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. അവിടെ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത ദൈവം തന്നെയായ യേശുക്രിസ്തു മാത്രമാണ് പിതാവിനെ വെളിപ്പെടുത്തുന്നത്. വല്ല തെറ്റുണ്ടോ? തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. തിയോളജിക്കലി കറക്റ്റാണത്. യേശുക്രിസ്തു ദൈവം തന്നെയാണ്. ദൈവത്തിന് മാത്രമേ ദൈവത്തെ വെളിപ്പെടുത്താൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ത്രിയേക ദൈവത്തിൽ പുത്രനാം തമ്പുരാൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു, ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി നൽകി എന്ന് തോന്നിപ്പോകും അത് പറയുമ്പോൾ. മറ്റൊരു വാക്യം കൂടെ കാണിച്ചേ. താഴെ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിരിക്കുന്ന അവിടെ ആദ്യ ഭാഗം വായിക്കുക. ദൈവപുത്രൻ ദൈവം തന്നെയാണ്. വല്ല തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. അതിന്റെ ലാസ്റ്റത്തെ സെക്കൻഡ് ലാസ്റ്റ് ലൈനിലേക്ക് വരുമ്പോൾ ദൈവപുത്രൻ പരിപൂർണ ദൈവ വ്യക്തിത്വമുള്ള ആത്മാവായിരുന്നു. വല്ല തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. ഇവരിങ്ങനെ നമ്മളോട് വന്ന് അവതരിപ്പിക്കുന്നത്. ഇനി ഇവരുടെ ഉള്ളിലിരിപ്പ് അറിയണോ? അതറിയണമെങ്കിൽ അടുത്ത ക്ലിപ്പ് ഒന്ന് കാണിച്ചാ ബ്രദറെ. ഇത് ശ്രദ്ധിച്ച് വായിക്കണം. ക്യാമറക്കാരൊക്കെ അങ്ങോട്ടൊന്ന് പിടിച്ചോ. കാരണം ഇത് കഴിയുമ്പോൾ മിക്കവാറും ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് ദൂരെ കളയും. ഇതെടുത്ത് അവർ കളയും. അനിൽ ബ്രദറെ പറ്റുമെങ്കിൽ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ ഇവരത് മാറ്റി കളയും. കേരളത്തിൽ ഇവർക്ക് പ്രസംഗിക്കാൻ റൈറ്റില്ല ക്രിസ്ത്യാനികളുടെ ഇടയിൽ. അവിടെ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കേ. പിതാവ് പുത്രന് മുമ്പേ ഉണ്ടായിരുന്നു. ഇത് ബൈബിൾ അനുസരിച്ച് ശരിയാണോ? പിതാവ് പുത്രന് മുമ്പേ ഉണ്ടായിരുന്നു. പിതാവ് പുത്രനോട് സമനാണെന്ന് ബൈബിൾ പറയുന്നത്. പുത്രൻ പിതാവിനോട് സമനാണെന്ന് ബൈബിൾ പറയുന്നത്. ഇവര് പറയാണ് പിതാവ് പുത്രന് മുമ്പേ ഉണ്ടായിരുന്നു. തീർന്നില്ല, പിതാവ് അനാദിയായിരുന്നു. ആദിക്ക് മുമ്പേ അനാദിയും അനന്തത്തിന് ശേഷം അനന്തവും, അന്തത്തിന് ശേഷം അനന്തവും. എല്ലാം ഫിലോസഫിക്കല കേട്ടോ, പെട്ടെന്നൊന്നും മനസ്സിലാവില്ല, ശ്രദ്ധിച്ചു വായിച്ചെടുത്തോണം. അടുത്ത തന്നെ ശ്രദ്ധിക്കണം. പിതാവ് അനാദിയും അനന്തവും, പുത്രൻ ആദിയും അന്തവും. യഹോവസാക്ഷികളുടെ വ്യാഖ്യാനം പുത്രൻ ആദിയും അന്തവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുസ്ലിം സഹോദരന്മാർ ഈ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരാറുണ്ട്. പുത്രൻ ആദിയും അന്തവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊരു ആദിയുണ്ട്, അവനൊരു അന്തമുണ്ട്. അതല്ലേ അവിടെ പറയുന്നത്. ഇവരും അതാ പിടിച്ചിരിക്കുന്നത്.
പുത്രന് മുമ്പേ പിതാവ് ഉണ്ടായിരുന്നു. അപ്പൊ പുത്രൻ പിന്നീട് വന്നതാണ്. പിതാവിനോട് കൂടെ ഇറ്റേണിറ്റി പാസ്റ്റിൽ ഇല്ലായിരുന്നു പുത്രൻ. എങ്ങനെയുണ്ട് ഇവരുടെ ക്രിസ്റ്റോളജി? ഇത് യേശു ക്രിസ്തുവിന്റെ പ്രീ എക്സിസ്റ്റൻസിനെ കുറിച്ചുള്ള, താൻ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്ത് ഇറങ്ങി വരുന്നതിന് മുൻപുള്ള അവസ്ഥയെ കുറിച്ചുള്ള ഇവരെ പഠിപ്പിക്കല. അടുത്തത്, ഇത് വളരെ രസകരവും വിചിത്രവുമായ ഒരു വ്യാഖ്യാനം അതിന്റെ താഴെയുണ്ട്. അവിടെ ലാസ്റ്റ് ഭാഗം നിങ്ങളൊന്ന് വായിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് അനാദിയായവൻ, പുരാതനായവൻ എന്ന് വിളിക്കപ്പെടുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവത്തെ കുറിച്ച് പറയുന്നത് ദൈവത്തെ എൻഷ്യന്റ് എന്ന് വിളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് അവർ പറയാണ്, അടുത്ത ക്ലിപ്പ് ഒന്ന് കാണിച്ചാ ബ്രദറെ, വളരെ രസമാണ്, ശ്രദ്ധിച്ചു വായിച്ചു. പുത്രന് ജന്മം നൽകുന്നതിന് മുൻപ് തന്നെ പിതാവ് സാത്താനെ അഥവാ അന്ധകാരത്തെ സൃഷ്ടിച്ചു. നിങ്ങൾക്ക് അതിശയം തോന്നുന്നില്ലേ? യേശുക്രിസ്തുവിനേക്കാളും മുമ്പേ സാത്താൻ ഉണ്ടായിരുന്നു പോലും. അത് ആര് സൃഷ്ടിച്ചു? പിതാവ് സൃഷ്ടിച്ചു. എന്ത് നല്ല. അപ്പൊ ഇവർ ആദ്യം പറഞ്ഞ യേശുക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വില കൊടുക്കണം? ചവിട്ടുകൊട്ടയിലിട്ട് ചവട്ടണം. ഈ കള്ളപ്രവാചകന്മാര്, മുരിയാട്ട കള്ളപ്രവാചകന്മാര് യേശുക്രിസ്തു ദൈവമാണെന്ന് പറയുന്നത് പുറംപൂച്ച, അവന്റെ ഉള്ളിരിപ്പിത. യേശുക്രിസ്തുവിന് മുൻപേ പിതാവ് സാത്താനെ ഉണ്ടാക്കി. സാത്താന് ശേഷം യേശുക്രിസ്തു ഉണ്ടായി. പിതാവിൽ നിന്ന് പിതാവ് ജനിപ്പിച്ചു. അവിടെ പദം കണ്ടോ? പുത്രന് ജന്മം നൽകി. സഭ്യമായ ഭാഷയിൽ ഒരു കാര്യം ഞാൻ പറയാം. ഇവരുടെ പിതാവിന് രക്തവും ജഡവും മാംസവും അസ്ഥിയും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ജന്മം നൽകിയെന്ന് പറഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവരിങ്ങനെയാണ് കാര്യങ്ങളെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഈ ജന്മം നൽകിയത് നമ്മുടെ കർത്താവിന്റെ കഷ്ടപ്പാട്. യേശുക്രിസ്തുവിനെതിരെ ഇങ്ങനെ പ്രസംഗിക്കുന്ന, ഇങ്ങനെ പഠിപ്പിക്കുന്ന മുരിയാട്ട കള്ളപ്രവാചകന്മാർക്കെതിരെ ദൈവജനം മിണ്ടാതിരുന്നാൽ നമ്മൾക്ക് എങ്ങനെ ഈ സുവിശേഷത്തിന്റെ സത്യവചനവുമായി നാം നിൽക്കുന്നവരെന്ന് പറയാൻ കഴിയും? യേശുക്രിസ്തുവിനെ പിശാചിനേക്കാളും താഴെയുള്ളവനായി ആക്ഷേപിക്കുന്നവർ ലോക ചരിത്രത്തിൽ ഇവരല്ലാതെ കണ്ട് ഒരു കൂട്ടരും ഇത് പറഞ്ഞിട്ടില്ല. യഹോവ സാക്ഷികൾ പറയോ? മുസ്ലിം സുഹൃത്തുക്കൾ പറയോ? ഹിന്ദുക്കൾ പറയോ? അതുപോട്ടെ, നിരീശ്വരവാദി പറയോ? പിശാചിന് ശേഷമാ യേശുക്രിസ്തുവിനെ ദൈവം ജനിപ്പിച്ചതെന്ന് മനസ്സിലായോ? ഇവരുടെ ദൈവശാസ്ത്രത്തിന്റെ ബോധം. ക്രിസ്റ്റോളജിയാണ് പോലും. ക്രിസ്റ്റോളജി എന്തോന്ന് ഓളജി. ഇതിങ്ങനെ പോയാൽ എൻ്റെ സഹോദരന്മാരെ, ഇത് ഇവിടെ എങ്ങും തീരില്ല, അങ്ങ് പോകും. അപ്പം നമ്മുടെ ചോദ്യം, യേശുക്രിസ്തുവാണോ സാത്താനാണോ മുമ്പേ ഉണ്ടായവൻ? മുരിയാട്ട കള്ളപ്രവാചകന്മാർ പറയും അത് സാത്താനാണെന്ന് പറയും. ബൈബിൾ എന്താ പറയുന്നത്? ആ കൊലോസ്യ ലേഖനത്തിന്റെ ക്ലിപ്പ് ഒന്ന് കാണിച്ച ബ്രദറെ. അവിടെ നമ്മൾ വായിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു, അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃകളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത വാക്കിനൊരു ഹല്ലേലൂയ പറയണം. അവൻ സർവ്വത്തിനും മുമ്പേ ഉള്ളവൻ. ഹല്ലേലൂയ. അവൻ സർവ്വത്തിനും മുമ്പേ ഉള്ളവനാ. പിതാവിനോട് തുല്യനാണെന്ന് പറഞ്ഞാൽ പിതാവ് എപ്പം ഉണ്ടോ അപ്പോ മുതൽ യേശുക്രിസ്തു പിതാവിനോട് കൂടെ ഉണ്ട്. പിതാവിന് വചനമില്ലാത്തൊരു കാലമുണ്ടോ? പിതാവ് ഊമയായിരുന്നൊരു കാലമുണ്ടോ? ഉണ്ടോ? ഇല്ല. പിതാവ് ഊമനായിരുന്നിട്ടില്ല. പിതാവിന് വചനമുണ്ടെങ്കിൽ ആ വചനം ക്രിസ്തുവായിരുന്നു. പിതാവിന് തേജസ് ഉണ്ടോ? തേജസ് ഉണ്ടെങ്കിൽ അവൻ തേജസിന്റെ പ്രഭയായിരുന്നു ക്രിസ്തു. അതിന്റെ റേഡിയൻസ് ആ ക്രിസ്തു, പിതാവിന്റെ തേജസിന്റെ. പിതാവിനോട് കൂടെയാണ് അവൻ എപ്പോഴും. അങ്ങനെ ഇരുന്നത്. അതാ ബൈബിള് പറയുന്നത്. ഇവര് പറയാണ് അവനെ പിന്നീട് മൂന്നാമനായിട്ട് വന്നാന്ന്. പോട്ടെ, യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം, പ്രീ എക്സിസ്റ്റൻസിനെ കുറിച്ച് ഇതാണ്. മനുഷ്യാവതാരത്തെ കുറിച്ച് ഇവർ പറയുന്നത് വളരെ വിചിത്രമാണ്. ഇതൊക്കെ എടുത്തിരിക്കുന്ന ഈ പുസ്തകത്തിൽ നിന്നാ. മനുഷ്യാവതാരം ഇവർ സ്ഥാപിച്ചിരിക്കുന്ന ഇതിനകത്ത് നിന്നാ. കത്തോലിക്ക സഭ പോലും സഭയെ പഠിപ്പിക്കാത്ത സാധനം ഇതെടുത്ത് പിടിച്ചോണ്ട് അയാൾ നടക്കുന്നത്. ശ്രദ്ധിക്കുക, ആ ക്ലിപ്പ് ഒന്ന് കാണിച്ചോളൂ ബ്രദറെ. 22-ാമത്തെ. എല്ലാം മഞ്ഞ ഭാഗം മാത്രം വായിച്ചാൽ മതി, സമയക്കുറവുണ്ട്. ബാക്കിയെല്ലാം പിന്നീട് സ്പീഡിൽ വായിക്കാൻ പറ്റുന്നൊരു വായിച്ചുകൊള്ളുക. യേശുക്രിസ്തുവിന്, അതായത് ദൈവത്തിന്റെ ശാരീരിക
ഭാഗധേയത്വം. ഇവരുടെ ദൈവം, ഇവരുടെ പിതാവ് നമ്മളെ പോലെ രക്തവും അസ്ഥിയും മാംസവും ഒക്കെയുള്ള ഒരു മനുഷ്യനെ പോലെയുള്ള ആളാണ്. ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം ഇത്രയധികം തെറ്റിദ്ധരിച്ച ഒരു കൂട്ടം വേറെയില്ല. അവിടെ ദൈവം പറയുന്നുണ്ട്, നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞത്. പിതാവിന്റെ സാദൃശ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ 2 കാലും 2 കൈയും കണ്ണും ഇതുപോലെ ജഡവും ഒക്കെ ഉള്ള ആളായിട്ട് ഇവർ ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ഈ സാദൃശ്യം. നമ്മളെ പോലെ തന്നെ ജഡമുള്ളവനെന്ന് അവർ മനസ്സിലാക്കുന്നത്. ഈ ജഡമുള്ള ഈ പിതാവ് എന്ത് ചെയ്തു? യേശുക്രിസ്തുവിന് ഈ ജഡത്തിന്റെ ഭാഗധേയത്വം കൊടുക്കണം. പിന്നീട് ഉണ്ടാക്കിയത് യേശുക്രിസ്തുവിനെ ഈ ഭാഗധേയത്വം ഭൂമിയിലേക്ക് വരുമ്പോൾ കൊടുക്കണമല്ലോ. അതിന് അവര് ഈ പിതാവ് ചെയ്ത കാര്യം അവിടെ മഞ്ഞ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്, യേശുക്രിസ്തുവിന് ഇത് ലഭിച്ചത് പരിശുദ്ധ അമ്മയിൽ നിന്നാണ്. ഈ പുസ്തകം അമ്മയുടെ, നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു. ഈ പുസ്തകത്തിലാണ് ഈ കാര്യം കിടക്കുന്നത്. അമ്മയിൽ നിന്ന് എങ്ങനെ ലഭിച്ചു? അമ്മ ആരാണ്? ഈ ഭൂമിയോ അതിലെ ആദ്യത്തെ പൂഴിത്തരിയോ ലഭിക്കുന്നതിന് മുൻപ് ദൈവപിതാവിൽ നിന്ന് ജനിക്കുകയും ദൈവത്തിന്റെ ശാരീര രക്തങ്ങളിൽ ഭാഗധേയത്വം ലഭിക്കുകയും ചെയ്തവളാണ് പരിശുദ്ധ ജ്ഞാനം. അവിടെ ജ്ഞാനെന്നല്ലേ പറഞ്ഞ, കുഴപ്പമൊന്നുമില്ല. അടുത്തൊരു ക്ലിപ്പ് നോക്കിയേ. ഈ ജ്ഞാനം എന്താണെന്നറിയാം? 23-ാമത്തെ ക്ലിപ്പിൽ നമ്മൾ വായിക്കുന്നത്, പരിശുദ്ധ അമ്മയുടെ അതൊരു ബിസ്കോട്ടിങ് കേട്ടോ. റോമാലേഖനം 3-ാം അധ്യായത്തിൽ 25-26 വാക്യങ്ങൾ വളരെ തെറ്റായിട്ട് കോട്ട് ചെയ്തിരിക്കുക. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലാണ് ദൈവപുത്രൻ മാംസം അഥവാ ശരീരം ധരിച്ചത്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ വിശ്വാസം വഴിയായി സംലബ്ധമാകുന്ന ഇത്, അവിടെ അങ്ങനെ ഒരു വാക്യം ബൈബിളിലില്ല, പരിശുദ്ധ അമ്മയുടെ വിശ്വാസം വഴിയെന്ന്. റോമാലേഖനത്തിൽ പറയുന്നത് വിശ്വാസം വഴി എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. പോട്ടെ, നമ്മുടെ ഇപ്പോഴത്തെ വിഷയമല്ല. അതുകൊണ്ട് രക്തം കൊണ്ടുള്ള പാപപരിഹാരമാണ് പിതാവ് നമുക്ക് നൽകിയത്. എന്നിട്ട് പറയാം, മഞ്ഞ പരിശുദ്ധ അമ്മയുടെ ശരീര രക്തങ്ങളിൽ ഭാഗവാക്കായിക്കൊണ്ടാണ് ദൈവവചനമായ പുത്രൻ പിതാവിന്റെ ശരീര രക്തങ്ങളിൽ ഭാഗവാക്കായത്. ഇപ്പൊ കാര്യം പിടികിട്ടിയോ? യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം എങ്ങനെയായിരുന്നെന്ന്? യേശുക്രിസ്തു വചനമായിട്ട് പിതാവിനെ കൊടുത്തിരിക്കുകയായിരുന്നു. ഈ ഇരിക്കുന്ന കാലത്തൊന്നും യേശുക്രിസ്തുവിന് ശരീരം ഉണ്ടായിരുന്നില്ല. അപ്പൊ ശരീരം കൊടുക്കണമല്ലോ. ശരീരം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഈ ശരീരം ആരിൽ നിന്ന് കൊടുക്കും? അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്തു. അപ്പം അങ്ങനെ നോക്കുമ്പോഴാണ് ജ്ഞാനെന്തേ കുറെ നാൾ മുമ്പ് തന്നെ ഉണ്ടായിരിക്കുന്നു. അപ്പൊ ജ്ഞാനമാരാണ്? ഈ ജ്ഞാനമാണ് പരിശുദ്ധ അമ്മ. അപ്പൊ ഈ പരിശുദ്ധ അമ്മ പിതാവിൽ നിന്ന് സ്വയം പൂജാതെ ആയതുകൊണ്ട് ഈ അമ്മയുടെ ശാരീരിക ഭാഗധേയത്വം കൊടുത്താൽ മതി. അപ്പൊ അമ്മയുടെ ഉദരത്തിൽ ചെന്ന് ജനിക്കുമ്പോഴേ യേശുക്രിസ്തുവിന്റെ ശരീരം മറിയത്തിൽ നിന്നാണ് ലഭിച്ചതെന്ന് ഇവർ പഠിപ്പിക്കുന്നത്. ബൈബിൾ പറയുന്നത് പുരുഷ സംസർഗം കൂടാതെയാണ് യേശുക്രിസ്തു ജനിച്ചതെന്ന്. പുരുഷന്റെ സംസർഗം ആവശ്യമില്ലെങ്കിൽ സ്ത്രീയുടെ അണ്ടത്തിന്റെ ആവശ്യമില്ല സഹോദരന്മാരെ യേശുക്രിസ്തുവിന് ജനിക്കാൻ. അതാ ബൈബിൾ പറയുന്നത്. ആകയാൽ ജനിക്കുന്ന വിശുദ്ധ പ്രജ, ദാറ്റ് ഹോളി തിങ്, വിശുദ്ധ വസ്തു, അതാ ബൈബിൾ പറയുന്നത്. അവിടെ മനുഷ്യന്റെ യാതൊന്നും അതിനകത്തില്ല. ഹോളി തിങ് ആണത്. മറിയയുടെ ശരീരത്തിന്റെ അംശമൊന്നും യേശുക്രിസ്തു എന്ന ഹോളി തിങ്ങിലില്ല. എന്നിട്ട് ഇവര് പഠിപ്പിക്കുന്നത് ഈ അമ്മയിൽ നിന്ന് എന്ത് സംഭവിച്ചു? യേശുക്രിസ്തു ശരീരം സ്വീകരിച്ചു എന്ന്. ഇതാണ് ഇവരുടെ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാര ബാലഭൂമിയിലെ ചിത്രകഥ. ബൈബിളിലെ അല്ല, ഇവിടെ ഇരിക്കുന്ന പുസ്തകത്തിലെ കഥകൾ വായിക്കുന്ന പോലെയുള്ള സംഭവങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് ഇത് ഇത്രയും നേരം കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി കാണും. ഞാനൊരു ക്രോണോളജി പറയാം ഇവരുടെ തിയോളജിയുടെ ഇതുവരെ നമ്മൾ കണ്ടതിൻ്റെ. അപ്പം ദൈവം ആദമിനെ ശരീരഭാഗധേയത്വം നൽകിക്കൊണ്ട് ജനിപ്പിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശാരീരിക ഭാഗധേയത്വം ആദത്തിനെ ജനിപ്പിച്ചപ്പോൾ കൊടുത്തു. അതുകൊണ്ട് പുത്രന് അത് നൽകാൻ വേണ്ടി മറിയയെ ആശ്രയിക്കേണ്ടി ദൈവത്തിന് വന്നു. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ആദത്തിന് മുൻപേ പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു. കാര്യം മനസ്സിലായോ? ആദത്തിന് മുമ്പേ പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു. എന്നിട്ട് ദൈവത്തിന്റെ പ്രതിരൂപമായിട്ടാണ് മറിയ ജനിച്ചത്. ഈ മറിയയുടെ പ്രതിരൂപമായിട്ടാണ് ആദം വന്നത്. ആദത്തിന്റെ പ്രതിരൂപമാണ് യേശുക്രിസ്തു. അപ്പൊ ആദത്തിന്റെ പ്രതിരൂപം യേശുക്രിസ്തുവിന് കിട്ടാൻ വേണ്ടി യേശുക്രിസ്തു എന്തോരം കഷ്ടപ്പെട്ടു. ഇനി ഇതിനിടയിൽ ഒരു സംഭവം നടന്നു. ഈ മറിയ ജനിക്കുന്നതിന് മുമ്പും പിശാച് അതിനു മുമ്പേ ജനിച്ചിരിക്കുക. അപ്പൊ കാര്യം മനസ്സിലായല്ലോ. ഇതാണ് ഇവർ പഠിപ്പിക്കുന്ന ഇവരുടെ യേശുക്രിസ്തുവിന്റെ ഇതിലെ കുറിച്ച് പറയുന്നത്. ബൈബിൾ എന്താ പറയുന്നത്? റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ, ക്ലിപ്പിൽ ശ്രദ്ധിക്കുക, വാക്യമില്ല അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വരുവാനുള്ളവന്റെ പ്രതിരൂപമായ എന്നാ അവിടെ ബൈബിൾ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം ആദമിനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൈവം തീരുമാനിച്ചു
ഞാൻ എൻ്റെ പുത്രനെ മാനവന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അയക്കുമ്പോൾ അവൻ എന്ത് രൂപസാദൃശ്യം വേണമോ ആ രൂപസാദൃശ്യത്തിലാണ് ആദമിനെ സൃഷ്ടിച്ചത്. എന്നിട്ടാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് മനുഷ്യനായി വന്നത്. അല്ലാതെ ആദത്തിനെ ആദ്യം സൃഷ്ടിച്ചു പോയത് കൊണ്ട് ആ രൂപസാദൃശ്യം യേശുക്രിസ്തുവിന് വേണമെന്നുള്ളത് കൊണ്ട് അത് മറിയത്തിലൂടെ കൊടുക്കേണ്ടെന്ന പങ്കപ്പാടൊന്നും പിതാവിനുണ്ടായില്ല. ബൈബിളിനെ നേരെ ഉൾട്ട പഠിപ്പിക്കുന്ന രീതി, തിരിച്ചു പഠിപ്പിക്കുന്ന രീതിയാണ് അവിടെ ഉള്ളത്. ഒന്ന് രണ്ട് വാക്യങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് ഇവരുടെ ക്രിസ്റ്റോളജി, ഇവരുടെ ത്രിത്വോപദേശം. ഞാൻ പറയട്ടെ സഹോദരന്മാരെ, ഞാൻ ഈ വെബ്സൈറ്റുകൾ മുഴുവൻ കയറി ഇറങ്ങിയിട്ടും ഒരു പ്രാവശ്യം പോലും ഞാൻ കണ്ടില്ല ത്രിയേകത്വം എന്നുള്ള വാക്ക്. എന്താ അതിന് കാരണം എന്നറിയാമോ? അതിന്റെ കാരണം എന്താണെന്ന് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോളുക. ഇവരുടെ ത്രിത്വോപദേശം എന്ന് പറയുന്നത് ഇവരുടെ ഒരു വെബ്സൈറ്റിൽ ഞാനിതുവരെ കണ്ടിട്ടില്ല. എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ കാണിച്ചു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. അവരത് വിശ്വസിക്കുമെന്ന് ചിന്തിക്കാം. പക്ഷെ ഒരിടത്തും ഞാൻ കണ്ടില്ല. ആ ക്ലിപ്പ് ഒന്ന് കാണിച്ച ബ്രദറെ. അവിടെ എഴുതിയിരിക്കുന്നത് ശരീരവും രക്തവുമുള്ള പൂർണ്ണ വ്യക്തിയാണ് ദൈവപിതാവ്. ക്ലിപ്പ് നമ്പർ 24. അവിടെ പൂർണ്ണ വ്യക്തിയാണ് ദൈവപിതാവ്. പരിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ അനേകം ദൈവവചനം ഇത് സ്ഥാപിക്കുന്നുണ്ടെന്ന് അവർ പറയുന്നത്. താഴത്തേക്ക് അവർ വന്നിട്ട് പറയാണ്, ദൈവവചനമായ യേശു ക്രിസ്തുവിനും അവയിൽ ഭാഗധേയത്വം ലഭിച്ചു. അതായത് പിതാവിന്റെ രക്തത്തിലും മാംസത്തിലും ഭാഗധേയത്വം ലഭിച്ചു. യേശു ക്രിസ്തുവിന് ഇത് ലഭിച്ചത് പരിശുദ്ധ അമ്മയിൽ നിന്നാണ്. ഭൂമിയിലോ മുമ്പേ വായിച്ച ഇവരുടെ ക്ലിപ്പ് തന്നെ, പിതാവിൽ നിന്ന് ജനിക്കുകയും ദൈവത്തിന്റെ രക്ത ശരീര ഭാഗധേയത്വം ലഭിക്കുകയും ചെയ്തവളാണ് പരിശുദ്ധ ജ്ഞാനം അഥവാ പരിശുദ്ധ അമ്മ. അപ്പൊ ഇവിടെ പരിശുദ്ധ പിതാവ്, പരിശുദ്ധ അമ്മ, പിന്നെ നമ്മുടെ താഴത്തെ ഒരു ക്ലിപ്പ് എന്തോ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഈ ഭൂമിയിലെ അടുത്ത അവരുടെ ഒരു കൊട്ടേഷൻ ഇവിടെ കിടക്കുന്നത് ഇങ്ങനെയാണ്: ഈ ഭൂമിയിലെ ആദ്യത്തെ പൂഴിത്തരിയോ സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൈവപിതാവിൽ നിന്ന് ജനിച്ചവളാണ് മറിയ. ലോക സൃഷ്ടിയിൽ ദൈവപിതാവിനോട് ഒത്തുണ്ടായിരുന്നവളും മറിയാണെന്ന് അവർ പറയുന്നത്. ഈ നോട്ട് പിന്നീട് ആവശ്യമുള്ളവർക്ക് നൽകുന്നതാണ്. ഞാനിത് വായിക്കുന്നത് കൊണ്ട് ഇവിടെ ക്ലിപ്പ് കാണിക്കാൻ നമുക്കിപ്പോൾ സാധിക്കുന്നില്ലല്ലോ. അപ്പൊ ഇവിടെ പിതാവിനോടുകൂടെ ലോക സൃഷ്ടികർമ്മത്തിൽ പങ്കെടുത്തവളാണ് പരിശുദ്ധ അമ്മ എന്നാണ് ഇവർ പറയുന്നത്. പരിശുദ്ധ അമ്മ, പരിശുദ്ധ പിതാവ്, പിന്നെ ഈ പുത്രൻ തമ്പുരാൻ മനുഷ്യനായി വന്ന വ്യക്തിയും. ഇത് കൂടാതെ അടുത്തൊരു ഇത് ഭാഗത്ത് ഒരു കൊട്ടേഷൻ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ദൈവപിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരിശുദ്ധ ജ്ഞാനവും വസിക്കുന്ന പറുദീസ. ഇവരുടെ സ്വർഗത്തിൽ ഇവർക്ക് 4 വ്യക്തിത്വങ്ങളാണ് ഒരുമിച്ചിരിക്കുന്നത്. ഇവർ ഹൈറാർക്കി ഉണ്ട് കേട്ടോ. കാരണം ആദ്യം ഉണ്ടായിരുന്ന ആള് പിതാവ്, പിന്നെ വന്നയാള് പിശാച്, പിന്നെ വന്നയാള് യേശുക്രിസ്തു, പിന്നെ ഇതിനിടയ്ക്ക് എപ്പോഴോ ലോക സൃഷ്ടിക്ക് മുമ്പ് മറിയ പിതാവിൽ നിന്ന് തന്നെ പുറത്തേക്ക് എടുത്തിയാടി. ഇതിനിടയ്ക്ക് എവിടുന്നോ ഒരാളോട് കയറി വന്നു പരിശുദ്ധാത്മാവ്. നമ്മൾ പറയുന്ന പരിശുദ്ധാത്മാവല്ല, അവരുടെ പരിശുദ്ധാത്മാവ് ആരാണെന്നറിയാവോ? മൽക്കിസദേക്ക. ഞാൻ എൻ്റെ ദൈവ സഹോദരന്മാർ അത് പറയുമെന്ന് ഞാൻ വിചാരിച്ചേ. ഇവരുടെ പരിശുദ്ധാത്മാവ് മൽക്കിസദേക്ക. പിതാവിന്റെ സിംഹാസനം ഇവിടെ ഇരിക്കുന്നു, അതിനിപ്പുറത്ത് മൽക്കിസദേക്കിന്റെ സിംഹാസനം, അതിനപ്പുറത്ത് ജ്ഞാനത്തിന്റെ സിംഹാസനം, മറിയുടെ സിംഹാസനം, അതിനപ്പുറത്ത് യേശുക്രിസ്തുവിന്റെ സിംഹാസനം. അപ്പൊ ഇവര് വിശ്വസിക്കുന്നത് ത്രിയേകത്വമല്ല. ത്രിയേകത്വം അല്ലാത്തത് കൊണ്ട് ഇവരുടെ വെബ്സൈറ്റിൽ ഒരിടത്തും ത്രിയേകത്വം എന്നുള്ള വാക്കില്ല. അതുകൊണ്ട് ഞാൻ അവർക്കൊരു പുതിയ വാക്ക് സംഭാവന ചെയ്യുകയാണ്. ചതുരേകത്വമാണ് ഇവർ വിശ്വസിക്കുന്നത്. ഇവർ 4 പേരുടെ കൂടിയാണ് സൃഷ്ടികർമ്മത്തിൽ മറിയയ്ക്ക് പങ്കുണ്ട്, യേശുക്രിസ്തുവിന് പങ്കുണ്ടെന്ന് ബൈബിൾ പറയുന്നു, പരിശുദ്ധാത്മാവിന് പങ്കുണ്ടെന്ന് ബൈബിൾ പറയുന്നു, പിതാവിന് പങ്കുണ്ടെന്ന് പറയുന്നു. അപ്പൊ പിന്നെ ഇവർ ഈ പറയുന്ന മറിയനെയും കൂടെ അതിനകത്ത് ചേർത്തത് കൊണ്ട് ഇവർ ചതുരേകത്വം വിശ്വസിക്കുന്നവരാ. ബൈബിൾ കൺവെൻഷനാ കഴിഞ്ഞ 2 ദിവസം നടത്തിയെന്നാ പറയുന്നത്. ഇതൊക്കെ പഠിപ്പിക്കുന്നവർ എന്തോ ഒന്ന് ബൈബിൾ കൺവെൻഷൻ നടത്താനാ? ജനത്തെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ആളുകൾ, കള്ളപ്രവാചകന്മാര്. ഇത് വീണ്ടും അവരുടെ ബ്രദറെ 25ാമത്തെ ക്ലിപ്പ് ഒന്ന് കാണിച്ചോളൂ. അവിടെ നമ്മൾ വായിക്കുന്നത്, അവിടെ അത് വ്യക്തമായിട്ട് 4 അവർ പറയുന്നുണ്ട്. ദൈവപിതാവ് അധ്വാനിക്കുന്നതും പുത്രൻ അധ്വാനിക്കുന്നതും പരിശുദ്ധ അമ്മ അധ്വാനിക്കുന്നതും, അമ്മ ജ്ഞാനമാണ് കേട്ടോ, പരിശുദ്ധ ആത്മാവ് പ്രവർത്തിക്കുന്നതും, ഇതൊക്കെ മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാന്ന് അവർ പറയുന്നത്. അപ്പൊ ഇവര് ചതുരേകത്വം വിശ്വസിക്കുന്ന ആളുകളാണ്. ഇതാണ് ഇവരുടെ ത്രിയേകത്വം. അതിന്റെ ക്ലിപ്പ് ഒന്ന് കാണിച്ച ബ്രദർ, 26ാമത്തെ ക്ലിപ്പ് ഒന്ന് കാണിച്ചോളൂ. എങ്ങനെയാ ഇവരുടെ ചതുരേകത്വം കണ്ടു മനസ്സിലാക്കുക? ഇവരുടെ ചതുരേകത്വം എങ്ങനെയാ വേണം? പിതാവ് ദൈവം സമം യേശുക്രിസ്തു. അവര് പറഞ്ഞ കേട്ടോ, പിതാവ് സമം യേശുക്രിസ്തു, പിതാവിന്റെ നാമം യേശുക്രിസ്തു ആണെന്ന് അവർ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടേക്കുക.
പുത്രനായ ദൈവം അവരുടെ വെബ്സൈറ്റിൽ പറയുന്നത് യേശുക്രിസ്തുവിന്റെ ഏകനാമമായി ഇമ്മാനുവേൽ, അതായത് പുത്രന്റെ ഏകനാമമായി ഇമ്മാനുവേൽ. നമ്മളിത് പറയുമ്പോൾ ഈ ടെർമിനോളജി നമുക്ക് മാറിപ്പോകും. പക്ഷെ ഇവരിത് പറയുമ്പോൾ അവർ പ്രത്യേക അർത്ഥത്തിൽ അവർ ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. ഇതിനകത്തൂടെ കയറി പോയപ്പോൾ എനിക്ക് മനസ്സിലായത് പുത്രന്റെ ഏകനാമമായി ഇമ്മാനുവേല്, അതാണ് അവർ പറയുന്നത്. പരിശുദ്ധാത്മാവാൻ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിശുദ്ധാത്മാവല്ല, നമ്മൾ പറയുന്ന ബൈബിളിലെ പരിശുദ്ധ മൽക്കിസദേക്ക്, പരിശുദ്ധ ജ്ഞാനം അഥവാ പരിശുദ്ധ അമ്മ. ഇതാണ് ഇവരുടെ ചതുരേകത്വം. ഇനി നമുക്ക് ഇവരുടെ ഭാവികാല ശാസ്ത്രം കൂടെ ഒന്ന് നോക്കാം. ഇവർ സുവിശേഷം പറയുന്നത് ഇതിനെ ബേസ് ചെയ്ത്, അതുകൊണ്ടാണ് ഇതും കൂടെ പറയാമെന്ന് ഞാൻ വിചാരിച്ചത്. ഇവരുടെ ബിബ്ലിയോളജി, ഇവരുടെ ഒരു രക്ഷ, ഇതൊക്കെ ഒരുപാട് പറയാൻ പറ്റും. ഇവരുടെ ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ ബഹുരസാണ്, കോമഡിയാണ്, ഞാൻ വിട്ടുകളയത്. ഇവരുടെ ഭാവികാലം 27ാമത്തെ ക്ലിപ്പ്, അവിടെ അവർ പറയുന്നത് യേശുക്രിസ്തുവിന് ഒന്നാം വരവിനെ കുറിച്ച് എഴുതപ്പെട്ട വിശുദ്ധ ലീലങ്ങൾ നിറവേറ്റുവാൻ യൂദാസഭ തടസ്സം നിന്നുകൊണ്ട്, പാവപ്പെട്ടവർ യൂദാസഭ എന്ന് ഉദ്ദേശിക്കുന്നത് യഹൂദ കൂട്ടത്തെ ആയിരിക്കാം, യഹൂദ ജനത്തെ ആയിരിക്കണം. യഹൂദ സഭ തടസ്സം നിന്നതുകൊണ്ട് ദൈവപിതാവ് തന്നെ സ്ഥാപിച്ച ആ സഭയെ ദൈവപുത്രൻ തകർത്ത് കളഞ്ഞു. അന്ന വഴി തന്നെ യേശുക്രിസ്തു ക്രൂശി മരിച്ചതോടുകൂടെ ഈ യഹൂദ പ്രസ്ഥാനം എന്ന് പറയുന്നത് അവസാനിപ്പിച്ച് കളഞ്ഞെന്ന് അവർ പറയുന്നത്. അടുത്ത് പറയാണ്, ഇതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞു റീപ്ലേസ്മെന്റ് തിയറി വിശ്വസിക്കുന്നവരാണെന്ന് ഞാൻ പറഞ്ഞത്. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള വിശുദ്ധ ലിഖിതങ്ങളും ദൈവിക പദ്ധതികളും നിറവേറുവാൻ ഇപ്പോഴുള്ള സഭകൾ തടസ്സം നിൽക്കുന്നത് കൊണ്ട് ദൈവപുത്രനായ ഇമ്മാനുവേൽ എല്ലാ സഭകളെയും തകർക്കാൻ പോകുന്നു എന്ന് മുതൽ 2008 മാർച്ച് 1 മുതൽ ഇത് തകർക്കാൻ പോവുകയാണെന്നുള്ള വെളിപ്പാട് ജോസഫ് പൊന്നാറയ്ക്ക് കിട്ടി. അതാണ് യോനയുടെ ഉപമയുടെ ഭാഗത്ത് ഞാനൊരു ക്ലിപ്പ് കാണിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? 2008 ജനുവരി 1 മുതൽ ഇവർക്ക് ഈ കാര്യം വെളിപ്പെട്ടു വന്നു. എന്ത് കാര്യം? ദൈവപുത്രനായ ഇമ്മാനുവേൽ വന്നിട്ട് ലോകത്തിലുള്ള സകല സഭകളെ നശിപ്പിക്കാൻ പോവുകയാണ്. അവരുടെ ഭാവികാല ശാസ്ത്രമായി പറയുന്നത്. അതുകൊണ്ട് യഹൂദനെ ആദ്യം യേശുക്രിസ്തു തന്നെ തകർത്ത് കളഞ്ഞു, അവരുടെ സഭയും നശിപ്പിച്ചു. ഇന്നിപ്പോ യഹൂദൻ എന്ന് പറഞ്ഞ കൂട്ടം എവിടെയെങ്കിലും ഇല്ലല്ലോ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവർക്കൊരു പ്രസ്ഥാനമില്ലല്ലോ, അവരുടെ പരിപാടികളെല്ലാം അവസാനിച്ചെന്നാ എംബറോ വിമാനുകാർ ചർച്ചക്കാർ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് അവരുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന് അവർ പഠിപ്പിക്കുന്നത്. ഈ പാവങ്ങൾ ഈ പുതിയ നിയമം ഒന്ന് റോമാലേഖനം 9, 10, 11 അധ്യായങ്ങള് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചിരുന്നുവെങ്കിൽ ഇത് പറയില്ലായിരുന്നു ഈ മണ്ടത്തരം. ഇത് പോട്ടെ. അപ്പോ എപ്പോഴാണ് ഈ തകർക്കൽ നടക്കുന്നത്? ഈ സഭകളെ നശിപ്പിക്കുന്ന പരിപാടി ആരംഭിക്കുന്നത് 28ാമത്തെ ക്ലിപ്പ്. അവിടെ പറയുന്നത് യോനയുടെ അടയാളം, ഈ തലമുറയ്ക്ക് നൽകപ്പെടുന്ന യോനയുടെ അടയാളം സഭകളെ ദൈവം തകർത്ത് കളയുമെന്ന പ്രഖ്യാപനമാണ്. അതെപ്പോ മുതലാ? അവരുടെ വെബ്സൈറ്റിൽ കിടക്കുന്ന ഇത് യോനയുടെ അടയാളം 2008 ജനുവരി 1 മുതൽ സഭകൾക്ക് നൽകപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 2008 ജനുവരി 1 മുതൽ ഇവരുടെ ഭാവികാല ശാസ്ത്രം അനുസരിച്ച് ക്രൈസ്തവ സഭ നശിച്ചു തുടങ്ങിയിരിക്കുന്നു. ആര് നശിപ്പിക്കുന്നു? ദൈവപുത്രനായ ഇമ്മാനുവേൽ നശിപ്പിക്കുന്നു. ഈ ദൈവപുത്രൻ ബൈബിളിൽ പറയുന്നത് ദൈവപുത്രനല്ല. അവൻ സഭയെ പണിയുന്നവനാണ്, അവൻ സഭയെ സ്ഥാപിച്ചവനാണ്, അവൻ സഭയെ തനിക്ക് തന്നെ മുൻനിർത്തുമെന്നവനാണ്, അവൻ സഭയെ ചേർക്കുവാൻ വരുന്നവനാണ്. ഇവര് പറയുന്ന ഇമ്മാനുവേൽ സഭയെ തകർക്കുന്നവനാണ്. അന്തിക്രിസ്തുവിന്റെ ആത്മാവല്ലാതെ ഇവരിൽ വ്യാപരിക്കുന്ന മറ്റൊന്നല്ല. അതാണ് അവർ പറയുന്നത്. അപ്പം ഇത് സഭയെ തകർക്കുമെന്നും പറഞ്ഞ് ഇവർ കോട്ട് ചെയ്തിരിക്കുന്ന ബൈബിൾ റെഫറൻസ് ഏതാണെന്ന് അറിയാവോ നിങ്ങൾക്ക്? ഈ പ്രിയ ദേവദാസൻ പറഞ്ഞു മുഴുവൻ മിസ്കോട്ടിംഗ് ആണ്. തെറ്റായ പ്രചരണത്തിൽ നിന്ന് വലിച്ചു കൊണ്ടുവന്നിട്ട് ഇല്ലാത്തടത്ത് കുത്തിത്തിരിക്കുക അവരുടെ ആശയം പറയുന്ന പരിപാടിയാണ്. ഇവർ കോട്ട് ചെയ്തിരിക്കുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. ആദ്യം ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, അവസാനത്തെ പുനരുദ്ധാനവും കഴിഞ്ഞിട്ട് ദൈവപുത്രൻ തന്റെ രാജ്യം പിതാവിനെ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ അവര് പറയാണ് സകല അധികാരങ്ങളെയും പുത്രൻ നശിപ്പിക്കുമെന്ന് പറയുന്ന വാക്യവാദം. സകല അധികാരങ്ങളെ നശിപ്പിക്കുന്ന വാക്യമാണോ? സകല അധികാരങ്ങൾക്കും മീതെ താൻ മഹാരാജാവായി വാണ് ഭൂമിയും ഇതിന്റെ പ്രതലവും ഭൂതലവും അതിന് നിവാസികളും യഹോവയ്ക്കായി തീരുന്ന സംഭവമാണോ അത്? സഭയെ നശിപ്പിക്കും. ഇവരുടെ ഭാവികാല ശാസ്ത്രം അങ്ങനെ പോകുന്നു. ബൈബിളിൽ 2 വാക്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. പത്രോസിനോട് കർത്താവ് പറഞ്ഞ വാക്യവും എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന് 26, 27 വാക്യങ്ങൾ. സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ ഇവരുടെ ഭാവികാല ശാസ്ത്രം പറയണമെങ്കിൽ മറ്റൊരു കാര്യം കൂടെ പറയണം. ഇവർക്ക് ദൈവരാജ്യം 3 ഒന്നാമത്തെ ദൈവരാജ്യം എന്ന് പറയുന്നത് ക്ലിപ്പ് ഇവിടെ പോയിക്കൊണ്ടിരിക്കും, ഞാൻ പറഞ്ഞോളാം. ഒന്നാമത്തെ ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തി അവന്റെ ആത്മാവിന് എതിരായി പൊരുതിക്കൊണ്ടിരിക്കുന്ന ജഡനിയമങ്ങളെ പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെടുത്തുന്നതാണ് ഒന്നാമത്തെ ദൈവരാജ്യം. രണ്ടാമത്തെ ദൈവരാജ്യം പരദീസയാണ്. വിശ്വാസത്തിലും വിശുദ്ധിയിലും മരിച്ചവരെ ആയിരിക്കുന്ന ഇടമാണ് ആ പരദീസ. അതാണ് രണ്ടാമത്തെ ദൈവരാജ്യം. മൂന്നാമത്തെ ദൈവരാജ്യമാണ് നമ്മുടെ ഇഷ്യൂ.
ശക്തിയോടെ സമാഗതമാകുന്ന പ്രത്യക്ഷമാകുന്ന അടയാളത്തോടെ വരുന്ന ഒരു ദൈവരാജ്യത്തെക്കുറിച്ച് ക്രിസ്തു പഠിപ്പിച്ചു. ഇതാണ് മൂന്നാമത്തെ ദൈവരാജ്യം. അത് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ഇവിടെ സ്ഥാപിക്കപ്പെടുകയും ചെയ്യും. ഈ ദൈവരാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാനാണ് യേശു ക്രിസ്തു പറഞ്ഞത്. അത്രയും വായിച്ചാൽ നമുക്കൊരു തെറ്റും തോന്നില്ല, ശരിയാണ്. എന്നാൽ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഈ കുഴപ്പമെന്ന് പറയുന്നത്, സിയോനില് ഇവരുടെ മുരിയാട് ക്യാമ്പിൽ ചെന്ന് 5 ദിവസം പങ്കെടുത്തു കഴിഞ്ഞാൽ ഇവർ രഹസ്യമായിട്ടൊരു പല ഗുളിക കൊടുക്കും. അതിലൊന്ന് ഇതാണ്. അതായത് ഇവർ പറയുന്നത്, ലൂക്കോസിന്റെ ഉച്ചയുടെ 4-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ കർത്താവ് യെശയ്യാ പ്രവാചകന്റെ ചുരുള് 61-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ വായിച്ചു. പ്രസാദ വർഷവും എന്ന് പറഞ്ഞിട്ട് കർത്താവ് അവിടെ ചുരുൾ മടക്കി ശുശ്രൂഷക്കാരനെ ഏൽപ്പിച്ചു. പിന്നെ കർത്താവ് ആ ചുരുൾ നിവൃത്തിയില്ല. ഇവര് പറയുന്നത് ഈ 2005 ജനുവരി 20-ാം തീയതി ആ മടക്കിയ ചുരുൾ സിയോൻകാർക്ക് ലഭിച്ചു അത്രേ. യെശയ്യാ പ്രവാചകന്റെ ചുരുളല്ല. മടക്കിയതിൽ പറയുന്ന കാര്യമുണ്ടല്ലോ, യഹോവയുടെ പ്രതികാര വർഷം, അത് പൊന്നാരയ്ക്ക് വെളിപ്പെട്ടു. അപ്പൊ ഇത് വെളിപ്പെട്ടു എന്ന് പറയുന്നത് കൊണ്ട് ഇതിൽ പ്രതികാര ദിവസം അഥവാ യേശുക്രിസ്തുവിന്റെ പിതാവിന്റെ, അത് മനസ്സിലാക്കണം, അവരുടെ ടെർമിനോളജി മനസ്സിലാക്കണം, പിതാവിന്റെ ശരീരത്തോട് കൂടിയ വരവും ദൈവപുത്രന്റെ ഏകനാമമായി ഇമ്മാനുവേൽ എന്ന നാമത്തിലുള്ള വെളിപ്പാടിലും ഉണ്ടാകുമെന്ന് ഈ മുരിയാട്ട കള്ളപ്രവാചകന്മാർക്ക് വെളിപ്പെട്ടു അത്രേ. ഇതാണ് ഇവർ തുറക്കപ്പെട്ട പുസ്തകം, അതുവരെ മുദ്രിതമായിരുന്നു, ഇവർക്ക് തുറന്നു കിട്ടിയെന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ. ഇവരുടെ സുവിശേഷം അത് മനസ്സിലായോ? ഇവരുടെ സുവിശേഷം ഇതാണ്. ഇതിനകത്തൊരു കാര്യമുണ്ട്. അങ്ങോട്ട് വരൂ, അങ്ങോട്ട് വരൂ, മുരിയാടേക്ക് വരൂ എന്ന് പറയുന്നത് ഈ 2005 ജനുവരി 20-ാം തീയതി ഇവർക്ക് ഈ അടയ്ക്കപ്പെട്ട ചുരുള് കിട്ടി, പ്രതികാരം പ്രസംഗിക്കാനുള്ള അവസരം കിട്ടി. 2008 1-ാം തീയതി ഇവർക്ക് സഭകൾ നശിപ്പിക്കപ്പെടുമെന്ന് അവർക്ക് വെളിപ്പെട്ട് കിട്ടി. ഇതിവിടെ ഭാവികാല ശാസ്ത്രത്തിന്റെ ബേസ്മെന്റാ. അതിൽ നിന്ന് ഇവർ പറയുന്നത് യേശുക്രിസ്തു ഇതിനിടയ്ക്ക് എപ്പോഴോ, യേശുക്രിസ്തു എന്ന് പറയില്ല അവര് പറഞ്ഞാൽ യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ പിതാവാ. അപ്പൊ അവരതല്ല പറയുന്നത്, ഇമ്മാനുവേൽ പുത്രൻ രണ്ടാമത് ദ്വിതീയ എന്ന വാക്ക് അവർ പറയുന്നത്. ദ്വിതീയ ആഗമനം നടത്തി. യേശുക്രിസ്തുവിന് ദ്വിതീയ ആഗമനവും പ്രത്യാഗമനവും ഇനി നടക്കാനിരിക്കുന്നു അത്രേ. ദ്വിതീയാഗമനം എന്ന് പറഞ്ഞാൽ ആദ്യം അവൻ വന്നപ്പോൾ ജഡരക്തങ്ങളോടുകൂടെ മറിയിൽ നിന്ന് ശരീരം പ്രാപിച്ചു വന്നു. ഇനി അവൻ രണ്ടാമതും വരും. ഞാൻ ഈ വെബ്സൈറ്റ് മുഴുവൻ തെരഞ്ഞിട്ടും ഇനി ഈ ശരീരം ഇവനെ ആരിൽ നിന്ന് പ്രാപിക്കുമെന്ന് അവർ എഴുതിയിട്ടില്ല. അതവർ പറഞ്ഞില്ല ആരിൽ നിന്നാണാവോ. പക്ഷെ ഒരു കാര്യം സംഭവിച്ചു എന്ന് അവരുടെ വെബ്സൈറ്റ് കൂടെ പറയുന്നത്, ദൈവപുത്രൻ രണ്ടാമത് വന്നിരിക്കുന്നു. ആ ക്ലിപ്പ് ഒന്ന് കാണിച്ച്, 33-ാമത്തെ ക്ലിപ്പ്. 2 വരവുകളുടെ ചാർട്ട് അവർ ഔട്ട് ചെയ്തിരിക്കുന്നതാണ്. 1-ാമത്തെ വരവും 2-ാമത്തെ വരവും തമ്മിൽ അവർ താരതമ്യം ചെയ്തിരിക്കുകയാണ്. ആ താരതമ്യത്തിൽ വളരെ മർമ്മപ്രധാനമായ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. 33-ാമത്തെ ക്ലിപ്പില് ഈ 1-ാമത്തെ കോളത്തിന്റെ ദൈവപുത്രന്റെ 2-ാം വരവെന്ന് പറയുന്നിരിക്കുന്നതിന്റെ അവസാന ഭാഗം ശ്രദ്ധിച്ചോ. ദൈവ പിതാവിന്റെ വലതുഭാഗത്തിരുന്ന ദൈവപുത്രൻ ശരീരം ധരിച്ചിട്ട് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നു. അതിന്റെ 1-ാം ഭാഗം എന്താ എഴുതിയിരിക്കുന്നത്? ആദ്യ വരവിൽ ദൈവവചനം സ്വർഗത്തിൽ നിന്ന് വന്ന ഈ ഭൂമിയിൽ പരിശുദ്ധ കന്യാമറിയമിന്റെ ഉദരത്തിൽ മാംസം ധരിച്ചു. മാംസം ധരിച്ച ദൈവപുത്രൻ തിരിച്ചു പോയിട്ട് വന്നു, ഇമ്മാനുവേലായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. 3-ാമത്തെ കോളം ശ്രദ്ധിച്ചേ. മനുഷ്യപുത്രനായി തിരിച്ചു വന്നിരിക്കുന്നു. പ്രസന്റ് കണ്ടിന്യൂസിലാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്, വർത്തമാനകാലത്താണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. 6-ാമത്തെ കോളം ശ്രദ്ധിച്ചേ. പാപങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ നീതിമാന്മാരെ തേടി വന്നിരിക്കുന്നു. കുറെ ഉണ്ട്, ഞാനതിനകത്ത് കുറെ എടുത്തുന്നുള്ളൂ. അടുത്ത 10-ാമത്തെ കോളത്തിലും നിത്യജീവൻ നൽകാൻ വന്നിരിക്കുന്നു. ഇത് വിചിത്രമായത് 11, അതും കൂടെ ഒന്ന് പറയാം. ദൈവജനത്തിന്റെ സമൂഹത്തിന് വെളിയിൽ സഭയ്ക്ക് പുറത്തു വന്ന് തന്നിൽ വിശ്വസിച്ചവരെ പുറത്തിറക്കി ഒരുങ്ങിയവരെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി അവൻ വന്നിരിക്കുന്നു. എന്റെ സമയം തീരുകയാണ്, 9 മണിയാകാണ്. ഇവിടെ എല്ലാം നമ്മൾ വായിക്കുന്നത് യേശുക്രിസ്തു വന്നു. യേശുക്രിസ്തു അല്ല, യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ അവർക്ക് പിതാവാ. ഇമ്മാനുവേൽ വന്നു, പുത്രൻ വന്നു, മുരിയാട് പൊത്തിലിരിപ്പുണ്ട്. നിങ്ങൾ മുരിയാടേക്ക് വരൂ എന്ന് അവർ പറയുന്നത് ഈ യേശുക്രിസ്തുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടാം. അഥവാ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇമ്മാനുവേലിനെ നിങ്ങൾക്ക് പരിചയപ്പെടാം. അവര് ഇമ്മാനുവേലിന്റെ ദൈവപുത്രന്റെ ഏകനാമേ വിളിക്കുള്ളൂ, ഇമ്മാനുവേലിനെ പറയുള്ളൂ. അവിടെ ചെന്നാൽ അവർ യേശുക്രിസ്തുവിനോട് സംസാരിക്കുന്നത് നമുക്ക് കാണാം.
ഹലോ ഇമ്മാനുവേൽ, ഹൗ ആർ യു? കർത്താവേ എന്ന് അവർ വിളിക്കില്ല, ദൈവമേ എന്ന് വിളിക്കില്ല, യേശു ക്രിസ്തു എന്ന് വിളിക്കില്ല, ഇമ്മാനുവേലേ എന്ന് അവർ വിളിക്കും. അവരിപ്പോ വിളിച്ചോണ്ടിരിക്കുകയാണ്. അവിടെ മുരിയാട് അവരുടെ അറയിൽ ഇരിപ്പുണ്ട്. ബൈബിൾ എന്ത് പറയുന്നു ഇത് സംബന്ധിച്ച്? പെട്ടെന്ന് 2 വാക്യങ്ങൾ നമുക്ക് വായിച്ചിട്ട് തിരിച്ചു പോകാം, എന്റെ സമയം തീരുകയാണ്. ഇവർ ഈ കാര്യങ്ങൾ എടുത്തിരിക്കുന്നത് 38-ാമത്തെ ക്ലിപ്പ് കാണിച്ച ബ്രദറെ. ഒരുപാട് ക്ലിപ്പുകൾ ഇതിൽ സംബന്ധിച്ചുണ്ട്, അത് കാണിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനിത് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ദ്വിതീയാഗമനം സംബന്ധിച്ച് അവർ പറയുന്നത്, യേശുക്രിസ്തുവിന്റെ ദ്വിതീയാഗമനത്തിനും അവിടുത്തെ പ്രത്യാഗമനത്തിനും ഇടയിലുള്ള സമയത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തു ദൈവപുത്രൻ തിരിച്ചു വന്നിരിക്കുന്നു, മുരിയാട്ട ബിൽഡിങ്ങിലുണ്ട്. ഈ ഉള്ളിലിരിക്കുന്ന യേശുക്രിസ്തുവിനെ നിങ്ങൾക്ക് കാണാം. ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് ഇമ്മാനുവേൽ വന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പക്ഷെ 30 വർഷത്തേക്ക് പുള്ളി ഒളിച്ചേ ഇരിക്കുള്ളൂ. 30 വർഷം കഴിയുമ്പോൾ, കാലമൊന്നും പറഞ്ഞിട്ടില്ല അവര്, നമ്മൾ ആദ്യത്തെ വരവ് വെച്ചങ്ങ് പറയാം, അവരുടെ വ്യാഖ്യാനം അനുസരിച്ച് അവർ പറയുകയാണെങ്കിൽ 30 വർഷം കഴിയുമ്പോൾ ഇവൻ വെളിയിൽ പ്രത്യക്ഷപ്പെടും. അതിനെയാണ് അവര് പ്രത്യാഗമനം എന്ന് പറയുന്നത്. ദ്വിതീയ ആഗമനം, പ്രത്യാഗമനം. നാം പഠിപ്പിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ വരവിന് 2 പതനങ്ങളുണ്ട്. ഒന്നാമത്തേതാം രഹസ്യത്തിൽ സഭയെ ചേർക്കാൻ വരും. രണ്ടാമത്തേതാം തേജസ്സിൽ, മഹത്വത്തിൽ അവൻ പ്രത്യക്ഷനാകും, ലോകജാതികൾ മുഴുവൻ കാണുമാറ്. ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ ഇവർ പഠിപ്പിക്കുന്നത് ദ്വിതീയാഗമനത്തിൽ കർത്താവ് യേശു, ദൈവപുത്രൻ ഇമ്മാനുവേല് രഹസ്യത്തിൽ വന്ന് മുരിയാടിരിക്കുകയാണ്. കർത്താവിന്റെ കഷ്ടപ്പാടെന്ന് ഓർക്കണം. അവരുടെ 38-ാമത്തെ ക്ലിപ്പ് ഒന്ന് കാണിച്ച ബ്രദറെ. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന സുവിശേഷം ഇവിടെ എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ. ആ സുവിശേഷം എന്താണെന്ന് അവർ പറയാണ്. യേശുക്രിസ്തുവിന്റെ അവസാന ഭാഗത്ത്, അവസാനത്തെ 3 ലൈൻസ്, യേശുക്രിസ്തുവിന്റെ ദ്വിതീയാഗമനത്തിനും യുഗാന്ത്യത്തിനും ദൈവത്തിന്റെ പ്രതികാര ദിവസത്തിനും ദൈവരാജ്യ സ്ഥാപനത്തിന്റെയും പ്രഘോഷണമാണ് ഈ സുവിശേഷം. അവർ ഈ വീട് കയറി പറയുന്ന സുവിശേഷം എന്താണെന്ന് മനസ്സിലായോ? യേശുക്രിസ്തു മുരിയാടെ വന്നിരിപ്പുണ്ട്, ഇവൻ ഇനി പ്രത്യക്ഷപ്പെടും നിങ്ങൾക്ക് വേണ്ടി. ഇതാണ് ഇവർ ഈ പറയുന്നത്. ഇതൊരു പുതിയ സുവിശേഷമാണ്, ഇത് വേറൊരു സുവിശേഷമാണ്. ഇത് ദൈവപുത്രൻ വന്നു, ഒളിച്ചിരിക്കുന്ന മുരിയാട് ഇങ്ങോട്ട് വന്ന് കണ്ടുകൊള്ളുക എന്ന് പറയുന്ന സുവിശേഷമാണിത്. ഇത് ബൈബിളിന്റെ സുവിശേഷമല്ല. എന്താണ് രാജ്യത്തിന്റെ സുവിശേഷം എന്ന് ഇവർക്ക് അറിയില്ല. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞ് അവസാനത്തോളം സാധിച്ചിരിക്കുന്നവർ രക്ഷിക്കപ്പെടുമെന്ന ഇവർക്കത് അറിയില്ല. എന്താ രാജ്യം അത് പറയുന്നുമില്ല ഇപ്പം. അപ്പം ഇവർക്കത് അറിയില്ലാത്തതുകൊണ്ട് ഇവർ പറയുന്നത് ഈ പ്രതികാരത്തിന്റെ സുവിശേഷം പറയാൻ ഞങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തി നൽകി, ഇത് ഞങ്ങൾ പറയുകയാണ്, ഇമ്മാനുവേൽ വന്നിരിക്കുന്നു, ഇനി പ്രതികാരം വരും, നിങ്ങൾ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ, ക്രൈസ്തവ കൂട്ടത്തെ മുഴുവൻ നശിപ്പിക്കും. ഇതാണ് ഇവരുടെ സുവിശേഷം. ഈ സുവിശേഷമാണ് ഇവർ പറഞ്ഞു വരുന്നത്. ഇവരിത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന് തന്നെ കോട്ട് ചെയ്ത് വളരെ നന്നായി. ആ അധ്യായം പറയുന്നത് ലോകാവസാനത്തിനും നിന്റെ വരവിനും അടയാളം എന്ത് എന്ന് ചോദിച്ച വേദഭാഗത്താണ് അതുള്ളത്. ആ ഭാഗത്ത് യേശുക്രിസ്തു യോനയുടെ അടയാളം പറഞ്ഞിട്ടില്ല. അവിടെ യേശുക്രിസ്തു പ്രകൃതിയുടെ അടയാളം പറഞ്ഞു, ഇസ്രായേലിന്റെ അടയാളം പറഞ്ഞു, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ അന്ത്യക്രിസ്തുവിന്റെ അടയാളമായിട്ട് പറഞ്ഞു, അത്തിയെ നോക്കി അടിക്കാൻ പറഞ്ഞു, പ്രപഞ്ചത്തിന്റെ അടയാളങ്ങൾ പറഞ്ഞു. ചന്ദ്രൻ, സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ വെളിച്ചം തരികയില്ല, ആകാശത്ത് നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീഴും. ഇതൊക്കെ മനുഷ്യപുത്രന്റെ വരവിന് അടയാളമാകും. ഈ അടയാളങ്ങൾ മുരിയാടെങ്ങോ സംഭവിച്ചു. കേരളക്കരയിലെ ഒരൊറ്റ ചാനലുകാരും ഇതറിഞ്ഞില്ല. എന്തൊരു കഷ്ടമാണ്, എന്തൊരു പഠിപ്പിക്കലാണ്. അപ്പൊ ഇവര് പറയുന്നത് ഇത് സംഭവിക്കുന്നു എന്ന 24-ാം അധ്യായത്തിൽ നിന്ന് എടുത്തത് കൊണ്ട് 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 39-ാമത്തെ ക്ലിപ്പ് ഒന്ന് കാണിച്ച ബ്രദറെ. അവിടെ നമ്മളോട് ദൈവത്തിന്റെ സ്വന്തം ജനത്തോട് ദൈവം പറയുന്നത് എന്താന്ന് കാണുക. സഭയോട്, ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. ഇവന്മാര് പറയുന്നത് കള്ളപ്രവാചകന്മാരുടെ കള്ള ഉപദേശമാണ്. ബൈബിൾ പറയുന്നു യേശു ഇവിടെ ഉണ്ടെന്നോ ദൈവപുത്രൻ അവിടെ ഉണ്ടെന്നോ പറഞ്ഞാൽ അന്ത്യകാലത്തിന്റെ ലക്ഷണമാണെന്ന് യേശു പറഞ്ഞതാ. ഒരു കാര്യം ബോധ്യപ്പെട്ടില്ലേ നമുക്ക്? നമ്മൾ ജീവിക്കുന്നത് അന്ത്യകാലത്തിന്റെ അവസാന നാഴികയിലാണെന്നുള്ളത് എംപറർ ഇമ്മാനുവേൽ ചർച്ചിന്റെ പഠിപ്പിക്കൽ തന്നെ വ്യക്തമാണ്. യേശു ദൈവപുത്രൻ വന്ന് മുരിയാട് കുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവര് പറയാണ് അവൻ ഇവിടെ ഉണ്ടെന്ന്, വന്നിരിക്കുന്നുവെന്ന്. അങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കരുത്. ലോകാവസാനത്തിന്റെ അടയാളമായി യേശു പറഞ്ഞതായി മത്തായിയുടെ 24-ാം അധ്യായത്തില്. ഇവരത് കണ്ടില്ല. അടുത്ത വാക്യം എന്താണ്? അടുത്ത ക്ലിപ്പിലേക്ക് നോക്കുക. അവിടെ വായിക്കുന്നത് അവൻ അറയിലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. ഇത് വിശ്വസിക്കുന്ന കുറെ മണ്ടന്മാരാണ്. ഫിലിം സ്റ്റാർ ആയിരുന്നാ പറയുന്നത്. സാമാന്യബോധം ഉണ്ടോ അയാൾക്ക്? ബൈബിൾ കൈ കൊണ്ട് തൊട്ടിട്ടുണ്ടോ? ഈ വാക്യം അദ്ദേഹം കണ്ടിരുന്നുവെങ്കിൽ എത്രയോ നന്നായി പോയനെ.
മത്തായിയുടെ സുവിശേഷം 24:4-5 വാക്യങ്ങൾ പിന്നെയും പറയുന്നത്, ആരും നിങ്ങളെ തെറ്റിപ്പാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. അതിപ്പോ സംഭവിച്ചിട്ടില്ല കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇപ്പൊ അറയിലുണ്ടെന്നേ അവർ പറയുന്നുള്ളൂ, ഇവിടെ ഉണ്ടെന്നേ പറയുന്നുള്ളൂ. ഇപ്പൊ ഒളിച്ചിരിക്കുക. ഒരു ഏകദേശം അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയാ, അവരുടെ ഒന്നാം വരവ് പോലെ തന്നെയാണ് അവർ പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവ് പോലെ തന്നെ പുത്രൻ വരുമെന്ന. അപ്പൊ ഞാനൊരു ഉദാഹരണത്തിലൊക്കെ പറയാണ്, കുറച്ചു കാലം കഴിയുമ്പോൾ ഈ അറയ്ക്കകത്തിരിക്കുന്നവൻ പുറത്തു വന്നിട്ട് പറയും, ഞാനാണ് ഇമ്മാനുവേൽ എന്ന് പറയല്ലേ. പ്രത്യാഗമനം അവിടെ അവൻ പറയും. അവൻ പറയുമ്പോൾ കർത്താവ് മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ്, എന്റെ പേരെടുത്തവൻ പറയും ഞാനാകുന്നു എന്ന് അവൻ പറയും. വിശ്വസിക്കരുത്. പൊന്നാറ ജോസഫ് പൊന്നാറ പോറ്റി വളർത്തുന്ന ഏതെങ്കിലും കുട്ടികൾ കാണും അവിടെ. വിരൂപനായ ഒരുവൻ അവിടെ കാണും. അവനെ വളർത്തിക്കൊണ്ട് വരും. ഇദ്ദേഹം പഠിപ്പിക്കുന്നത് അക്ഷരം പ്രതി ഛർദ്ദിക്കുന്ന ഒരുത്തനെ, അന്ത്യക്രിസ്തുവിന് വേണ്ടി ദൈവനെ തെറ്റിക്കുന്ന ഒരുത്തനെ, ഭൂമിയിലെ സഭകളെ നശിപ്പിക്കുന്ന ഒരുത്തനെ, ശൂന്യമാക്കുന്ന മ്ലേച്ഛതയോട് കൂടെ നിൽക്കുവാൻ തയ്യാറുള്ള ഒരുത്തനെ, കള്ളപ്രവാചകന്മാർക്ക് ഒത്താശ പാടുന്ന ഒരുത്തനെ പൊന്നാറ ഊട്ടി വളർത്തിക്കൊണ്ടുവരുന്നുണ്ടായിരിക്കാം. അവന്റെ ഉൾമുറിയിൽ മുരിയാടെ ചെളിക്കുണ്ടിലിട്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഭാവികാല ശാസ്ത്രം ഇതാ. വേദപുസ്തകത്തിന്റെ ഭാവിയെ കുറിച്ച്, ലോകത്തിന്റെ നാശത്തെ കുറിച്ച്, ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് ക്രിസ്തു എന്ത് പറഞ്ഞുവോ അത് അക്ഷരം പ്രതി ഇവര് നിറവേറി വരിക. ഇവര് പറയാണ്, യേശു ഞങ്ങളുടെ അല്ല, ഇമ്മാനുവേല് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന്. ഞങ്ങൾ അദ്ദേഹത്തിന് കൈ കൊടുക്കും, ഞങ്ങൾ അദ്ദേഹത്തോട് കൂടെ വർത്താനം പറയും, ഞങ്ങൾ അദ്ദേഹത്തോട് ഭക്ഷണം കഴിക്കും. എന്താണ് വാസ്തവത്തിൽ ഇവരുടെ സദ്വാർത്ത? ആ ക്ലിപ്പിടെ ഒന്ന് കാണിച്ചു പ്രവർത്തനം പെട്ടെന്ന്. 41 തിരികെയാണ്. അവിടെ ആ മഞ്ഞ ഭാഗം മാത്രം വായിക്കുക, ബാക്കി നോട്ടിലുള്ളതാണ്. ദൈവപുത്രനായ യേശു ക്രിസ്തു വീണ്ടും മനുഷ്യ ശരീരം ധരിച്ച് ഭൂമിയിൽ വന്നു എന്നും പറയുന്നതാണ് അവരുടെ സദ്വാർത്ത. ഇതാണ് അവരുടെ സുവിശേഷം. എന്നിട്ട് പറയാണ്, അവിടുന്ന് സകല ജനപദങ്ങളും ഇരുമ്പ് ദണ്ട് കൊണ്ട് ഉടൻ ഭരിപ്പാൻ വരുമെന്നും, അവിടുന്ന് സിയോനിലേക്ക് തിരികെ വന്ന് അവിടുത്തെ ജനത്തെ നേരിട്ട് കാണുമെന്നും, അവിടുന്ന് ന്യായവിധി നടത്തി ദൈവനീതി സ്ഥാപിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് സദ്വാർത്ത. ഇവരുടെ സുവിശേഷമാണിത്. ബൈബിളിലെ സുവിശേഷം എന്താണെന്ന് ഇവർക്ക് പുലബന്ധം പോലുമില്ല. വിശുദ്ധ തിരുവെഴുത്ത് എന്താ പറയുന്നത്? വിശുദ്ധ തിരുവെഴുത്ത് തിമോത്തിയോസിന് പൗലോസ് എഴുതിയ ലേഖനം 2-ാം ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. പൗലോസ് പ്രസംഗിച്ച സുവിശേഷം അതാ. പത്രോസ് പ്രസംഗിച്ച സുവിശേഷം അതാ. യേശു ക്രിസ്തുവിന്റെ ജനനം, മരണം, പുനരുദ്ധാനം, ഇതിൽ നിന്ന് ഉളവാകുന്ന സന്ദേശമാണ് സുവിശേഷ സന്ദേശം. ആ സുവിശേഷം എങ്ങനെ പ്രസംഗിക്കണമെന്ന് കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 47-48 വാക്യങ്ങളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ സുവിശേഷം എങ്ങനെ പറയണമെന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളെയും പ്രസംഗിക്കാൻ വേണമെന്നും എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിനു നിങ്ങൾ സാക്ഷികളാകുന്നു. കർത്താവ് പറഞ്ഞ എന്താ? യേശു ക്രിസ്തുവായി ഞാൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. എന്റെ നാമത്തിൽ പാപമോചനം ഉണ്ടെന്ന് നിങ്ങൾ പ്രസംഗിക്കണം. അതിന് നിങ്ങൾ തന്നെയാണ് സാക്ഷികൾ, എന്നോടുകൂടെ ജീവിച്ചവർ. ഈ സുവിശേഷം പറയാതെ കണ്ട് യേശു ക്രിസ്തുവിൽ പാപമോചനം ഉണ്ടെന്ന് ഇവരുടെ ഒരു വെബ്സൈറ്റിൽ ഞാൻ കണ്ടിട്ടില്ല. വേറെ ചിലത് കണ്ടു. യേശു ക്രിസ്തു ആദ്യം വന്നത് നിത്യജീവൻ തരാനല്ലെന്ന് കണ്ടു. ഇവരാ സുവിശേഷം പറയുന്നത്. ഇവരാണ് ബൈബിളിന്റെ കൺവെൻഷൻ നടത്തുന്നത്. എത്രയോ അവസ്ഥ. യേശു ക്രിസ്തുവിൽ പാപമോചനമുണ്ട്, സർവ്വ ലോകത്തിനും പാപമോചനമുണ്ട്. അല്ലയോ മുരിയാടുകാരെ, ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, യേശു ക്രിസ്തുവിന്റെ ആദ്യ വരവിൽ ക്രൂശുമരണത്തിലൂടെ യേശു ലോകത്തിന് നൽകിയിരിക്കുന്ന പാപമോചനം അത് വിശ്വാസത്താൽ പ്രാപിക്കണം. അത് വിശ്വാസത്താൽ പ്രാപിച്ചവരെ തന്റെ രാജ്യമാക്കുവാൻ യേശു ക്രിസ്തു മടങ്ങി വരും. മടങ്ങി വന്നിട്ടില്ല. ഇനി ഇവർക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? പ്രിയ ദേവദാസൻ കോട്ട് ചെയ്ത ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: അപ്പോസ്തലന്മാരെ, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിരുദ്ധമായി
ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ എന്ന് പറഞ്ഞാൽ, പൗലോസ് ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു യാത്ര കഴിഞ്ഞ് രണ്ടാമത്തെ യാത്രയിൽ മടങ്ങി വരാൻ പൗലോസിന് തോന്നുക, അന്ന് ഞാൻ പറഞ്ഞത് തെറ്റായി പോയി, ഒന്ന് മാറ്റി പറഞ്ഞേക്കാം എന്ന് പൗലോസിന് തോന്നിയാൽ പോലും സഭ വിശ്വസിക്കാൻ പാടില്ല. അതാ ദൈവവചനം പറയുന്നത്. ദൈവവചനത്തിൽ എന്ത് വെളിപ്പെടുത്തപ്പെട്ടുവോ അതിനെതിരെ പറയുന്ന കള്ളപ്രവാചകന്മാര് കേരളത്തിൽ നിന്ന് മുരിയാട്ടിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നു, അന്തിക്രിസ്തുവിന്റെ സഭയെ പടച്ചുണ്ടാക്കുവാൻ വേണ്ടി. അതിന്റെ ഭാഗമാണിത്. അതുകൊണ്ട് വെബ്സൈറ്റുകളിലും യൂട്യൂബുകളിലും വാട്സാപ്പുകളിലും ഈ വീഡിയോയുടെ ക്ലിപ്സസ് കാണുന്ന മുരിയാട്ടേക്ക് പോകുന്നവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിട്ടുണ്ട്. ബൈബിൾ പഠിപ്പിച്ചതിന് വിരുദ്ധമായി നിങ്ങൾ വിശ്വസിക്കുകയോ പഠിക്കുകയോ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്. ഞാനിങ്ങനെ പറയുന്നു, മുരിയാട്ടുകാരുടെ സുവിശേഷം ശപിക്കപ്പെട്ടവന്റെ സുവിശേഷമാണ്. പൗലോസും പത്രോസും 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളും പ്രസംഗിച്ചതിന് വിരുദ്ധമായി പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവരെ, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശാപം, ശപിക്കപ്പെട്ടവന്റെ സുവിശേഷം പുറത്തിറക്കി വിടുന്ന സ്ഥലമാണ് മുരിയാട്ട് സിയോൻ. എംപറർ ഇമ്മാനുവേൽ ചർച്ച് എന്ന് വിളിക്കുന്ന ആ കൾട്ട്, ആ പാഷണ്ഡമതം. മുരിയാട്ട് എംപറർ ഇമ്മാനുവേൽ ചർച്ചിലേക്ക് പോകുന്നവരോട് ഒരു വാക്യം കൂടെ ഞാൻ കാണിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ്. 2 കൊരിന്ത്യർ 11:4 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, 1-ാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്ന ഇതുപോലത്തെ ചില കൂട്ടങ്ങള്, അവരെ കണ്ടുകൊണ്ട് പൗലോസിലേക്ക് പറയുകയാണ്, അപ്പോസ്തലന്മാർ പ്രസംഗിക്കാത്ത ഒരു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നവർ, 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾക്ക് ലഭ്യമാകാത്ത ആത്മാവിനെ കുറിച്ച് പറയുന്നവർ. മൽക്കിദെദേക്ക് 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ വെളിപ്പെടുത്താത്ത, അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷം. എന്നിട്ടും അല്ലയോ കൊരിന്ത്യരെ നിങ്ങൾ പൊറുക്കുന്നു. ആ കഷ്ടം! അല്ലയോ എംപറർ ഇമ്മാനുവേൽ ചർച്ചിലെ വിശ്വാസികളെ, നിങ്ങൾ ഇതെങ്ങനെ പൊറുക്കുന്നു? യേശു ക്രിസ്തു പഠിപ്പിക്കാത്ത കാര്യങ്ങൾ, അപ്പോസ്തലന്മാർ പ്രസംഗിക്കാത്ത ക്രിസ്തു, 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾക്ക് ലഭിക്കാത്ത മൽക്കിസദേക്ക് എന്ന കള്ള പരിശുദ്ധാത്മാവ്, 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ അംഗീകരിക്കാത്ത സുവിശേഷം, വേറൊരു സുവിശേഷം, ഇത് നിങ്ങൾ പൊറുക്കുന്നത് അതിശയമായിരിക്കുന്നു. മത്തായിയുടെ 24-ാം അധ്യായം അക്ഷരം പ്രതി നിങ്ങളിൽ നിറവേറിയത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അറകളിലെ ക്രിസ്തുവിനെ ആരാധിക്കുന്നവരെ, അറകളിലെ ഇമ്മാനുവേലിനെ ആരാധിക്കുന്നവരെ, നിങ്ങൾക്ക് കഷ്ടം. പക്ഷെ നിങ്ങൾക്ക് മടങ്ങി വരുവാൻ ഒരു അവസരമുണ്ട്. ദൈവം നിങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കട്ടെ. ഞങ്ങൾ ഈ സാക്ഷി അപ്പോളജിക്സിനോട് ബന്ധപ്പെട്ട് ഇതുപോലൊരു മീറ്റിംഗ് ഇവിടെ ക്രമീകരിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. എംപറർ ഇമ്മാനുവേലിന്റെ കള്ളപ്രവാചകന്മാരോട് ഞങ്ങൾക്കൊരു കാര്യം പറയുവാനുണ്ട്. ഈ വിഷയം സംബന്ധിച്ച്, ബൈബിളിലെ വിഷയങ്ങൾ സംബന്ധിച്ച്, യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് സംബന്ധിച്ച് നിങ്ങൾക്കൊരു തുറന്ന സംവാദത്തിന് തയ്യാറാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും അതിന് താല്പര്യമുള്ളവരാണ്. ഞങ്ങൾക്കതിന് സന്മനസ് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് തുറന്ന സംവാദം തന്നെ ആയിരിക്കണം. ഗുണ്ടാവിളയാട്ടമാകാൻ പാടില്ല. എന്തെങ്കിലും അത് മുഴുവൻ റെക്കോർഡ് ചെയ്ത് ലോകത്തിൽ മുഴുവൻ വെബ്സൈറ്റുകളിൽ ഇവിടെ എല്ലാം കൊടുക്കും ഞങ്ങൾ. അതിന് തയ്യാറാണെങ്കിൽ ബൈബിളുമായിട്ട് നിങ്ങൾ വരിക. അപ്പോക്രിഫയും സ്വന്തം ദർശനവും ഈ മറിയ ഭക്തിയുടെ പുസ്തകങ്ങളൊക്കെ അങ്ങ് മാറ്റിയിടുക. പൊന്നാറയുടെ കള്ളപ്രവചനവും മാറ്റിവെക്കുക. തിരുവെഴുത്തുമായിട്ട് വന്നിട്ട് ബൈബിളിന്റെ വെളിച്ചത്തിൽ ഒരു സംവാദത്തിന് തയ്യാറാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ആത്മാർത്ഥമായി ഹാർദവമായി നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ക്ഷണിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം നൽകിയ ഈ പ്രിയ ദൈവ ജനത്തിന് നന്ദി അറിയിക്കുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അല്പസമയം കൂടുതലെടുത്ത് ക്ഷമിക്കുക.